ഇഗ്നോയിലെ അധ്യാപകർ എന്ന് പറയുന്നത്. ഇഗ്നോയ്ക്ക് വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ആകാശത്തിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്ന പ്രത്യേക ദൂതന്മാരല്ല ഇഗ്നോയിലെ അധ്യാപകർ. ഇഗ്നോയിലെ അധ്യാപകർ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ജൈജാന്റിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ, ഇപ്പൊ ഞാൻ പറഞ്ഞ കോളേജുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എല്ലാറ്റിനും നാക്കിന്റെ അംഗീകാരം A++A അംഗീകാരമുള്ള എല്ലാ കോളേജുകളുമാണ് ഇഗ്നോയുടെ സ്റ്റഡി സെന്ററുകൾ. ഇഗ്നോയ്ക്ക് 3 തരത്തിലുള്ള പഠന പ്രവർത്തനമുണ്ട്. മൈതാൻ ഗാർഹി ന്യൂഡൽഹിയില് അതിന് ഓൺ ക്യാമ്പസ് പ്രോഗ്രാം നടക്കുന്നു. BSc B.Ed ഉണ്ട്. അരവിന്ദ് ഇപ്പൊ മുതൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. അരവിന്ദൻ മാഷ് അല്ലെ ചോദിച്ചു. BSc B.Ed ഓൾറെഡി ഉണ്ട്, ഇന്റഗ്രേറ്റഡ് BSc. അത് നേരത്തെ തന്നെ, അതിനു മുമ്പ് തന്നെ നമ്മള് കർണാടകയിലെ മാനസരോവർ, കർണാടക ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരിധി മാനസരോവർ എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു ഏരിയ ഉണ്ട് ബാംഗ്ലൂരിലെ, മൈസൂരിലൊക്കെ. അവിടെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, RIE മൈസൂർ. ആ RIE മൈസൂരിലെ ഒരു 15-20 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അവിടെ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ BSc Ed, BA Ed ഉണ്ട്. ഇഗ്നോയിലും അതുപോലെ തന്നെ BSc Ed ഉണ്ട്, BA Ed ഉണ്ട്. അഗ്രികൾച്ചറൽ കോഴ്സ് ഉണ്ട്, ടെക്നോളജിക്കൽ കോഴ്സ് ഉണ്ട്, എല്ലാം ഓൺ ക്യാമ്പസിലുണ്ട്. PhDക്ക് ഭയങ്കര തിരക്കാണ്. ഇഗ്നോയിലെ PhD എന്ന് പറയുന്നത് അത്രയും ഗംഭീരമായ പ്രോഗ്രാമാണ്. അത് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇപ്പൊ കേരളത്തിന്റെ ഒരു അവസ്ഥ തന്നെ നോക്കൂ. 5.5 ലക്ഷം കുട്ടികൾ SSLC, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഒക്കെ എഴുതി പാസ്സാകുന്നു. 5.5 ലക്ഷം കുട്ടികൾ. അതിൽ 4.5 ലക്ഷം കുട്ടികൾ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, പോളിടെക്നിക്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് +2 മേഖലയിലേക്ക് വരുന്നു. 10 കഴിഞ്ഞ് ഒരു 2 കൂടി എടുക്കുന്നു. ഇത് കൂടാതെ CBSE സ്കൂളുകളുണ്ട്, ICSE സ്കൂളുകളുണ്ട്. അവയ്ക്ക് ഈ പറയുന്ന സീനിയർ സെക്കൻഡറി എന്ന് പറയുന്ന വിദ്യാലയങ്ങളുമുണ്ട്. ഏകദേശം 6 ലക്ഷത്തോളം 10ാം ക്ലാസ്സുകാരും 5.5 ലക്ഷത്തോളം 12ാം ക്ലാസ്സുകാരും ഉള്ള ഈ കാലഘട്ടത്തിൽ 5.5 ലക്ഷത്തിന് പകരം 1 ലക്ഷം സീറ്റ് പോലും കേരളത്തിൽ റെഗുലർ കോളേജുകളിൽ ഇല്ല. ദർ ഈസ് നോ അക്കമഡേഷൻ, സീറ്റ് ഇല്ല. കണക്കെടുത്തോളം നിങ്ങൾ ഇതിന്റെ അകത്തുള്ളവരൊക്കെ ബുദ്ധിരാക്ഷസന്മാരാണ്. പ്രത്യേകിച്ച് MSc CFTയുടെ ജിഷ എന്നൊക്കെ ഉള്ളവരൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നവരാണ്. 1 ലക്ഷം കുട്ടികൾ മാത്രമേ അവർക്കുള്ള സീറ്റുകളെ റെഗുലർ കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിൽ ഉള്ളൂ. അവിടെയെല്ലാം ലക്ഷക്കണക്കിലെ ലൈബ്രറി പുസ്തകങ്ങളും അതിഗംഭീരമായ ലബോറട്ടറികളുമുള്ള എല്ലാ സെറ്റപ്പുകളും അവധി സമയങ്ങളിൽ, ഇത് ഞാൻ പറയുന്നതല്ല, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 3 എണ്ണം. അതിൽ ഏറ്റവും പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം ആദ്യം കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഇത് കൊടുത്തു. ഈക്വലായിട്ട് ബിരുദം മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള അവകാശമുണ്ട്. എലിജിബിൾ ടു ഹയർ സ്റ്റഡി എന്നാണ് +2 സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. എലിജിബിൾ ടു ഹയർ സ്റ്റഡി, ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്, ജസ്റ്റ് പാസ്സായാൽ. പക്ഷെ കേരളത്തിൽ സീറ്റില്ല, ഇന്ത്യയിൽ സീറ്റില്ല. റെഗുലർ കോളേജുകളിൽ എത്ര തന്നെ വിഭവം മുടക്കിയാലും നമുക്ക് സീറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വർഷങ്ങൾക്ക് മുമ്പേ ചിന്തിച്ചതിന്റെ ഫലമാണ് മുമ്പ് കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്നും പിന്നീട് പ്രൈവറ്റ് രജിസ്ട്രേഷനും എന്നും പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. കറസ്പോണ്ടൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കത്തിടപാടുകളിലൂടെ വിദ്യാഭ്യാസം. ഒരു കൂട്ടം പാക്കറ്റ് അയച്ചു കൊടുക്കും പഠിതാവിന്, പഠിതാവ് അതൊക്കെ വായിച്ചിട്ട് ഉത്തരം അതുപോലെ പാക്കറ്റിൽ പോസ്റ്റലിൽ അയച്ചു കൊടുക്കും. പോസ്റ്റലിൽ വീണ്ടും തിരിച്ച് അങ്ങോട്ട് ചോദ്യങ്ങൾ അയക്കും, പോസ്റ്റലിൽ വീണ്ടും ഇങ്ങോട്ട് അയക്കും. ആ കാലഘട്ടത്തിൽ, കത്തിടപാടുകളുടെ കാലഘട്ടത്തിൽ അത്രയേ ഉള്ളൂ. ഇന്ന് ഈ അവധി ദിവസം, ഈ 7:30 മുതൽ 9:30 വരെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ക്ലാസ് തന്നെയാണ്. അത് കൊറോണ ദേവി നമ്മെ പഠിപ്പിച്ചതാണ് ഈ ഒരു ടെക്നിക്കൽ നോ ഹൗ. മോശം കാലാവസ്ഥയെയും ഏറ്റവും ഗംഭീരമാക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം തന്നെ എത്രയോ പേരെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും.
ചിലപ്പോൾ വിദേശത്തിൽ നിന്ന്, ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്നില്ല, വിദേശത്തിൽ നിന്നുള്ള ആളുകൾ ഇതിന്റെ അകത്തേക്കുണ്ടാകും. എന്റെ സ്റ്റുഡൻസ് തന്നെ ഇതിന്റെ അകത്തുണ്ടാവും. ചിലപ്പോൾ ചാരന്മാരും ഉണ്ടായിരിക്കാം. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ഈ വിദ്യാഭ്യാസവും കൊണ്ട് വരുന്നത്. സോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ വിദ്യ ആർക്കും പൊതിഞ്ഞു വെക്കാനുള്ളതല്ല, അത് കൊടുക്കാനുള്ളതാണ്. എലിജിബിൾ ടു ഹയർ സ്റ്റഡി എന്ന് +2 സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും അവന് വിദ്യാഭ്യാസം കൊടുക്കണം, തനത് വിദ്യാഭ്യാസം കൊടുക്കണം. 10 ലക്ഷം രൂപ ഉള്ള ഒരു വ്യക്തിക്ക് പണ്ടൊക്കെ ഒരു MSc സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കണമെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലായിരുന്നു, വിദ്യാഭ്യാസത്തിന്റെ ക്യാപിറ്റലായിരുന്നല്ലോ കൽക്കത്തയിലേക്ക് പോകേണ്ടിയിരുന്നു. പണ്ട് നമ്മുടെ സൂര്യ നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിൽ ഇന്ദുലേഖയില് പറയുന്നത്, മാധവനെ പറ്റി വിശദീകരിക്കുന്നത്, മാധവൻ മദ്രാസിൽ പോയാണ് പഠിച്ചിരുന്നത് BA. ഇപ്പൊ നമ്മുടെ ഡോർ സ്റ്റെപ്പില് പടിവാതിൽക്കൽ ഇഗ്നോ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. അപ്പോ ബൊംബാസ്റ്റിക് എന്താണ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ പൊട്ടിത്തെറി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് അറിവിന്റെ പൊട്ടിത്തെറി എന്നാണ്, നോളജിന്റെ പൊട്ടിത്തെറി. ആ നോളജിന്റെ പൊട്ടിത്തെറി സാർവത്രികമായി കൊണ്ടുവരുമ്പോൾ ഈ ഒരു വിരല് കേമനും ഈ ഒരു വിരല് കേമൻ അല്ലാതെയും ആകാൻ പാടില്ല. രണ്ടും തുല്യ കപ്പാസിറ്റി ഉള്ളതാണ്. ഈ കണ്ണിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ അതുപോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഈ കണ്ണ്. ഈ കണ്ണ് വേറെയാണ്, ഈ കണ്ണ് വേറെയാണ്, പക്ഷെ രണ്ടും എന്റെ കണ്ണാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥിനികൾക്ക് നിങ്ങൾ ചെയ്യുന്ന ബിരുദം റെഗുലർ കോളേജിൽ കൊടുക്കുന്ന കോഴ്സിന് തുല്യമാണ്, ഒരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇപ്പൊ നീറ്റ് എന്താ സംഭവിച്ചത്? ഈ 59ാമത്തെ വയസ്സിൽ 18ാം തീയതി ഞാൻ പോയി നെറ്റ് എഴുതി. എനിക്ക് ഇത്രയും കാലം നെറ്റിന്റെ ആവശ്യമില്ല. ഹയർ സെക്കൻഡറിയിൽ 50 വയസ്സ് കഴിഞ്ഞാൽ നെറ്റ് സെറ്റൊന്നും വേണ്ട. പക്ഷെ അതിനു മുമ്പ് 1998 ഗവൺമെന്റ് സർവീസിൽ കയറിയപ്പോൾ 2005 ഈ സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. ഈ നിയമം വരുന്നതിന് മുമ്പ് സർവീസിലുള്ളവർക്ക് ഈ നിയമങ്ങൾ ബാധകമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സെറ്റേ വേണ്ട. ഞാൻ 31 കൊല്ലത്തെ ഗവൺമെന്റ് സർവീസിലാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനേക്കാൾ തിരക്ക് പിടിച്ച ഒരു അന്തരീക്ഷത്തിലാണ് MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയുടെ അക്കാഡമിക് കൗൺസിലറായി മാർ ഇവാനിയസ് കോളേജിലെ അധ്യാപകനായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് സർവീസിൽ ഉണ്ടായിരുന്നത് 5 പീരീഡൊക്കെ എനിക്ക് ക്ലാസ്സിലേക്ക് പോയാൽ മതി. 5 പീരീഡ് പോകേണ്ട പ്രിൻസിപ്പാളാണ്. എന്നിരുന്നാൽ പോലും രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ ചെയ്താൽ മതി. പക്ഷെ ഇപ്പോൾ എന്റെ സമയം രാവിലെ 6 മണി മുതൽ രാത്രി പുലർച്ചെ 12 മണി വരെ ഉള്ള ക്രമത്തിലാണ് എന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും തിരക്കുള്ള ഒരു ലോകത്താണ് ഞാൻ. എന്നെ പൊക്കി പറയുകയല്ല. ഈ ഹയർ ക്വാളിഫിക്കേഷൻ നേടാൻ എലിജിബിൾ ടു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷൻസ് കൊടുക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇന്ത്യൻ ഭരണകൂടം ബാധ്യസ്ഥമാണ്. അതിന് ഒരേ തുല്യ പരിഗണനയുള്ള കോഴ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഞാനും 2ാം കിട പൗരന്മാരല്ല. നമ്മൾ +2 കഴിഞ്ഞാൽ ഒരു കോളേജിലെ കോഴ കൊടുക്കാൻ കാശുള്ളവൻ കോഴ കൊടുത്ത് പോകുന്നു, കോഴ കൊടുക്കാൻ കഴിവില്ലാത്തവൻ ഇങ്ങനെ പോകുന്നു. അതിന്റെ ഇടയിൽ NTA പോലുള്ള സ്ഥാപനങ്ങളിലെ സ്ഥാപനാധികാരികളല്ല, ഏതൊക്കെയോ നുഴഞ്ഞുകയറ്റക്കാർ, ബിരുദന്മാർ പലതരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ട് 10 ലക്ഷം ഒരു സീറ്റിന്, ഒരു നെറ്റിനാണ് പറഞ്ഞത് 10 ലക്ഷം 12 ലക്ഷം എന്നൊക്കെ കൊടുത്തിട്ട് ഓരോരുത്തരും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ BEdന് വേണ്ടിയിട്ട് ഇപ്പോഴും കൊടുക്കുന്നത് എന്താ? നിങ്ങൾ വാങ്ങുന്ന 5500 രൂപ 6000 രൂപയുടെ ഒരു BA ഇംഗ്ലീഷ് കോഴ്സിന്റെ അതേ മൂല്യം തന്നെയാണ് ഒരു എയ്ഡഡ് കോളേജിലെ ഒരു സെമസ്റ്ററിന് 25,000 രൂപ. സുഹൃത്തുക്കളെ, 25,000 × 6 1.5 ലക്ഷം എക്സ്പെൻസസ് എല്ലാം കൂടി ചേർന്ന് അയാള് വാളയാറിന് അപ്പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ പലിശക്കണി, കടക്കണി, കുടുംബം പട്ടിണി. അതാണ് നമുക്ക് വെറും 15,000 രൂപക്ക് തരുന്നത്. ആര് തരുന്നു? ഇഗ്നോ തരുന്നു. എന്തുകൊണ്ട്? പാർലമെന്റ് ആക്ട് പ്രകാരം തരുന്നു. അതാണ് ഇഗ്നോയുടെ പ്രത്യേകത. അപ്പോ ഇത് രണ്ടും ഒന്നാണ്. ആർക്കും ഒരു തരത്തിലുള്ള അപകർഷതാബോധവും വേണ്ട. ഇനി കുറെ ലിസ്റ്റുകൾ ഞാൻ തരുന്നു. UGC 2 കോഴ്സുകളെയും ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അത് ഞാനല്ല പറയുന്നത്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒന്നാണ്, ഒരേപോലെയാണ്. ഇത് രണ്ടും എങ്ങനെയാണ്? അതേപോലെ ഈ വിരലും എങ്ങനെയാണോ അതുപോലെ രണ്ടും ഒന്നാണ്. നോ നീഡ് ഓഫ് റിക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കരുത് എന്ന ഭരണഘടനാ സ്ഥാപനങ്ങളായ PSCക്കെല്ലാം കേരള സർക്കാർ അടക്കം നിയമം പാസാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചില മണ്ണുണ്ണികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ഇളക്കുക എന്നുള്ളത് അവരുടെയൊക്കെ സ്ഥിരം സ്വഭാവമാണ്. സ്വന്തം മക്കളുടെ ഒരു കാര്യത്തിനാണ് എങ്കിൽ അവർ ഇളകില്ല. അപ്പൊ അവർ ആരുടെയെങ്കിലും കാലിൽ പോയി വീഴുകയൊക്കെ ചെയ്യും. റൂൾ ഇതാണ്. അതിനാവശ്യമായിട്ടുള്ളത് പല വീഡിയോസിൽ ഞാൻ തന്നിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇന്ത്യയിലെ മനുഷ്യ വിഭവം ലോകം മുഴുവനും ആവശ്യമാണ്. അതുകൊണ്ട് UGC പുതിയ ഒരു തത്വം കൊണ്ടുവന്നു. ഒരേ സമയത്ത് നിങ്ങൾക്ക് 2 കോഴ്സുകൾ ചെയ്യാം. പറയുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ അല്ല, രാഗേന്ദ്രൻ റാവു അല്ല, ഇഗ്നോയുടെ വൈസ് ചാൻസലർ അല്ല, മറിച്ച് ആദരണീയയായ ഇന്ത്യൻ പ്രസിഡന്റ് വിസിറ്റർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ മറ്റൊരു സ്ഥാപനമാണ് UGC. അവർ തന്നെ വിസിറ്റർ ആയിട്ടുള്ള സ്ഥാപനമാണ് ഇഗ്നോ. ഇഗ്നോ പ്രവർത്തിക്കുന്നത് പാർലമെന്റ് ആക്ട് നമ്പർ 50 ഓഫ് 1985 1985 50ാമത്തെ ആർട്ടിക്കിൾ നമ്പർ പ്രകാരം പ്രവർത്തിക്കുന്ന പാർലമെന്റ് നടത്തുന്ന സ്ഥാപനമാണ്. പാർലമെന്റ് ആക്ട് പ്രകാരം നടത്തുന്ന സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അല്ലാതെ അതൊരു 2ാം ഗഡ പൗരനല്ല. പക്ഷെ ഇവിടെ നമ്മൾ ആ ഓപ്പൺ എന്നുള്ള വാക്ക് കേട്ട് മലയാളികൾ വല്ലാതെ എന്തോ മനസ്സിലാക്കി വച്ചിരിക്കുന്നു, തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അപകർഷതാ ബോധം വരുന്നത് ആ ഒരു ഓപ്പൺ എന്നുള്ളതാണ്. വളരെ സിമ്പിളായി ഞാൻ അതിനെ എടുത്തു കളയാം. തമിഴിൽ சொன்னதுപോൽ തിറந்த വെളി, ഓപ്പൺ നോട്ട് ക്ലോസ്ഡ്, തുറന്നിരിക്കുന്ന. ഇത് തുറന്നിരിക്കുന്നതാണ്, അടഞ്ഞതല്ല. ഇന്ന് ഈ നേരം രാത്രി 8:20 ഈ സമയത്ത് നിങ്ങൾക്ക് ശ്രീ കേരളവർമ്മ കോളേജിലെ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുക്കാൻ കഴിയുമോ? കഴിയില്ല. ഇഗ്നോ കൊടുക്കുന്ന 382 പ്രോഗ്രാമുകളുടെയും പുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ വിചാരിച്ചാൽ, എല്ലാവരും ചേർന്ന് അരമണിക്കൂർ വിചാരിച്ചാൽ എല്ലാ പുസ്തകങ്ങളെയും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള മാന്ത്രിക വിദ്യ ഓൾറെഡി ഇഗ്നോ തന്നു കഴിഞ്ഞു. ബിക്കോസ് ഇഗ്നോ ഈസ് നോട്ട് ക്ലോസ്ഡ്, വിച്ച് ഈസ് ഓപ്പൺ ടു ഓൾ. അത് എല്ലാവർക്കും ഓപ്പൺ ആണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല. കയ്യിൽ സ്വർണം വച്ചിട്ട് എന്തിന് തേരാപ്പാര നടക്കുന്നു എന്നുള്ള അതേ ആപ്തവാക്യം തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കാനുള്ളത്. അത് തുറന്നിരിക്കുകയാണ്. തമിഴിൽ சொன்னதுപോൽ തിറന്നിരിക്കുന്നത്, തിറந்த വെളി, അത് ഓപ്പൺ ആണ്, നോട്ട് ക്ലോസ്ഡ്. ഇപ്പോൾ ഈ 382 പ്രോഗ്രാമിന്റെയും ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാം. ഹൗ? ഐ വിൽ എക്സ്പ്ലെയിൻ, ഡോണ്ട് വറി. അതിനല്ലേ നിങ്ങളുടെ മുബാറക് മാഷ് ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ട് ഇരിക്കുന്നത്, ബേജാറാകണ്ട. അപ്പൊ ഇഗ്നോയുടെ പവറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. മാത്രമല്ല, നമ്മളുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കോളേജ്, ഒരു പേര് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചോളൂ. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, മഹാരാജാസ് കോളേജ്, UC കോളേജ് ആലുവ, അല്ലെങ്കിൽ JDT ഇസ്ലാം, മാറിവാനിയസ് കോളേജ്. ആ കോളേജിന്റെ 1000 മടങ്ങ്, ആ കോളേജിന്റെ 1,00,000 മടങ്ങ് പുസ്തകങ്ങളുള്ള ഒരു സിമ്പിൾ ടൂൾ ഞാൻ താങ്കളെ പരിചയപ്പെടുത്തി തരുന്നു. 3 കോടി ആർട്ടിക്കിൾ ഉള്ള ഒരു സംഭവം അത് ഇഗ്നോയുടെ അകത്തുണ്ട്. പക്ഷെ നമുക്കറിയില്ല, നമുക്കെന്നല്ല നിങ്ങൾക്കറിയില്ല. അത് പറഞ്ഞു തരാൻ എന്നെ പോലുള്ള അധ്യാപകർ കൃത്യമായ സമയത്ത് വന്നിട്ടില്ല, വരാൻ സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴും തന്നെ ആകെ ഉള്ള ഈ ഒരു 32 പേർക്ക് 35 പേർക്ക് അതിനുള്ള ക്ഷമയും മനസ്സും ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇത് ലോകം മുഴുവനും പതുക്കെ കാണും, അറിയും. അതാണ് സംഭവം. 3 കോടിയോളം ബുക്ക് എഴുതിയെടുത്തോളൂ. ഇന്ത്യൻ ലൈബ്രറി, വേറെ ഒന്നും വേണ്ട. ഇന്ത്യൻ ഡിജിറ്റൽ ലൈബ്രറി, നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താല് 3 കോടി 1ാം ക്ലാസ് മുതൽ PhD വരെ ഉള്ള എല്ലാ വിഷയത്തിന്റെയും സ്റ്റഡി മെറ്റീരിയൽ ഉള്ള വൺ ഇന്ത്യ വൺ ലൈബ്രറി എന്ന് പറയുന്ന ഒരു സങ്കേതം ഇഗ്നോ അതിന്റെ ഒരു കോർഡിനേറ്റർ ആണ്.
ഈ സായാഹ്നത്തിൽ ഈ നേരത്തെ ഇപ്പൊ നിങ്ങൾക്ക് ഈ പുസ്തകം വേണോ? ഓക്കെ, 2 കൊല്ലം മുമ്പ് MSc CFTക്ക് പഠിപ്പിച്ച ആ ഒരു കോഴ്സിന്റെ ഒരു വീഡിയോ ക്ലാസ് എനിക്ക് കാണണം. മറ്റതെല്ലാം ക്ലോസ്ഡ് ആണ്. ഈ നേരത്തെ എനിക്കൊന്ന് MSc CFTയിലെ ക്ലാസ് ഒന്ന് തരൂ, അല്ലെങ്കിൽ ഒരു ലോ കോളേജിൽ പോയിട്ട് എനിക്ക് ഈ നേരം ഇപ്പൊ 8 മണി എനിക്ക് ക്ലാസ് തരൂ. വി ആർ അൺക്രൗണ്ടഡ് കിങ്. നമ്മളെ കിരീടം വെക്കാത്ത രാജാക്കന്മാരാണ്. ആര്? ദ ലേണർ. ബിക്കോസ് വി ആർ ഇൻ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്. ഞാൻ എവിടെയോ നിങ്ങൾ എവിടെയോ, നമ്മളെല്ലാവരും ഓപ്പൺ ആണ്, ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ മറ്റതെല്ലാം ക്ലോസ്ഡ് ആണ്. കാശ് കൊടുത്തൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. ശരിക്കും ഈ കേജിന്റെ അകത്ത് അടച്ചു വെച്ച പക്ഷിയെ പോലെ, കോഴിക്കുഞ്ഞുങ്ങളെ പോലെ, പട്ടിയെ പോലെ അടച്ചു വെച്ചിരിക്കുകയാണ് റെഗുലർ സ്ഥാപനങ്ങളിൽ. ഇവിടെ നമുക്ക് സ്വൈരവിഹാരം, നമ്മുടെ ഇഷ്ടമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പാട്ടും പാടി കെട്ടിടത്തിന്റെ മുകളിൽ വന്നിരുന്നിട്ട് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ കാർ പോർച്ചിൽ വന്നിരുന്ന് പഠിക്കാം, മുറിയിൽ ഇരുന്ന് പഠിക്കാം, വെയിലത്തിരുന്ന് പഠിക്കാം, എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. ചോദിക്കാനും പറയാനും ആരുമില്ല. അത്രയും നല്ല സൗകര്യം. പക്ഷെ എക്കണോമൈസിംഗ് നടത്തണം ബുദ്ധിപരമായി. ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ. എന്താണോ ലഭ്യമായിരിക്കുന്നത് അതിൽ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുക. അങ്ങനെയും വിനിയോഗിക്കാം. A എന്നുള്ള മെത്തേഡിലും ചെയ്യാം, B എന്നുള്ള മെത്തേഡിൽ ചെയ്യാം, C എന്നുള്ള മെത്തേഡിൽ ചെയ്താൽ ഇതും ചെയ്യാം അതും ചെയ്യാം. ഡിയിലോ അതും ചെയ്യാം. ആ നല്ല മെത്തേഡ് ഏതാണ്? ആ നല്ല മെത്തേഡിനെയാണ് ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ, എക്കണോമൈസിംഗ് എന്ന് പറയുക. ദർ ആർ അൺലിമിറ്റഡ് വാണ്ട്സ്. അനുസ്യൂതമുള്ള അന്തമില്ലാത്ത ആവശ്യങ്ങൾ, ബട്ട് ലിമിറ്റഡ് റിസോഴ്സസ്, പരിമിതമായ വിഭവങ്ങൾ. ഹൗ ക്യാൻ വി മാച്ച്? അതിനാണ് ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം വെച്ച് നമ്മൾ അതിന് ലീലാവിലാസങ്ങൾ നടത്തുന്നത്. അപ്പോ ആ ഉള്ളവന്റെ കയ്യിൽ, നല്ല പണിക്കാരനാണോ നിങ്ങൾക്ക് നല്ല പണി കിട്ടും, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. വീട്ടിലിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള പണി കിട്ടും. നല്ല പണിക്കാരനാവുക. ഗുഡ് ഷെപ്പേർഡ്, നല്ലായൻ, നല്ല സമരിയാക്കാരൻ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? നല്ല ആട്ടിടയൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ? അതുപോലെ നല്ല പണിക്കാരന് പണി കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ചൊറിഞ്ഞുകുത്തി വീട്ടിലിരിക്കുന്ന നല്ല പണി കിട്ടുകയും ചെയ്യും, ഒരു ബെടക്ക് പണി കിട്ടുകയും ചെയ്യും. സോ നമ്മൾ നമ്മെ അറിയണം, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണ് എന്ന് അറിയണം. ഞാനിപ്പോ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരം ഞാൻ തരുവട്ടോ, എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്ന്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇഗ്നോയെ പറ്റി ഇങ്ങനെ വാനോളം പുകഴ്ത്തി എന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെയാണ് സത്യത്തിൽ ഇഗ്നോ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് സാറേ പ്രൂഫിന്റെ 5 ഇതാണ് ഞാൻ തരുന്നത്. ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ അറിയില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ പറഞ്ഞു തന്ന സംഗതി. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ അറിയണം. ദിസ് ഈസ് മസ്റ്റ്, മാൻഡേറ്ററി. 1. ഇനി ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ വൈ അല്ലെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നോ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. നോ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എത്ര പേർ ഇഗ്നോയുടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട്? യെസ് ഓർ നോ? ഇഗ്നോയുടെ പ്രോസ്പെക്ടസ്. യെസ്, യെസ്, യെസ്. ഇഗ്നോയുടെ പ്രോസ്പെക്ടസ്. യെസ്, യെസ്. NY. അപ്പൊ എഴുതിയെടുത്തോളുക, ഇഗ്നോ പ്രോസ്പെക്ടസ്. എവിടുന്ന് കിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. യെസ്, എഴുതിയെടുത്തോളൂ. ഇഗ്നോ പ്രോസ്പെക്ടസ്. യു വാണ്ട് ടു ഡൗൺലോഡ് സൂൺ ഇഗ്നോ പ്രോസ്പെക്ടസ്. 2. ഇഗ്നോയുടെ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിന്, നിങ്ങൾ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്, ഞാൻ MSc സയൻസ് ചെയ്യുന്നു, അത് കോഴ്സ്. MSc ഫിസിക്സ് ചെയ്യുന്നു, എന്റെ കോഴ്സ് ഏതാണ്? ഞാൻ BA ചെയ്യുന്നു, അത് എന്റെ കോഴ്സ്. BCom എന്റെ കോഴ്സ് എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ഇഗ്നോയും UGCയും പറയുന്ന വാക്ക് അതല്ല. വി ആർ ഡൂയിങ് സം പ്രോഗ്രാം. MSc സ്റ്റാറ്റിസ്റ്റിക്സ് is the program. MSc geography is the program. BBA retailing is the program. BBA is the program. MBA human resource management is the program. MSc CFT is the program. So write your program. നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. പ്രോഗ്രാം കോഡ്, അതിന്റെ എക്സ്പാൻഷൻ,
മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, MCom, അത് കോഡ്. അപ്പൊ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും. MASS, മാസ്റ്റർ ഓഫ് ആർട്സ് സസ്റ്റൈനബിലിറ്റി സയൻസ്, അത് എക്സ്പാൻഷൻ. ഓക്കെ, BBA, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BSc 5 തരം BSc ഉണ്ട്. അതിൽ നിങ്ങളുടെ BSc ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം. BA 5 തരം BA ഉണ്ട്. അതിൽ നിങ്ങളുടെ BA ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം. പലരും, നിങ്ങൾ പൊതുവെ ഈ കൂട്ടത്തിലുള്ളവരോ അല്ലാത്തവരോ കുറെ അബദ്ധങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ പരുഷമായിട്ടായിരിക്കും പലപ്പോഴും സംസാരിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ട്, എന്താ ഈ കോന്തൻ ഇങ്ങനെ? എന്നിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് അയച്ചു തരികയും ചെയ്യും, ഞാൻ കൗൺസിലറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുകയും ചെയ്യും. പക്ഷെ ചോദിച്ചതിനൊന്നും ഉത്തരം തരികയുമില്ല. ഇല്ലേ അരവിന്ദൻ മാഷ്? ചോദിച്ചതിന് ഉത്തരം തരില്ല, ചാടിക്കയറി വരും. ഏറ്റവും അവസാനത്തെ മെസ്സേജ്, സാറെ ചൂടാകരുത്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ അന്വേഷണ ത്വരയില്ല. എല്ലാം മുബാറക് മാഷ് പറഞ്ഞു തരും, പറ്റില്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? സെൽഫ് ലേണറാണ്. ആരും നമ്മെ സഹായിക്കില്ല. നമ്മൾ സെൽഫ് ലേണറാണ്. അതാണ് നമ്മളുടെ പ്രത്യേകത. അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം കോഡ് ഏതാണ് എന്ന് ഭംഗിയായി അറിഞ്ഞിരിക്കണം. അടുത്തത്, എത്ര പേർക്ക് പ്രോജക്റ്റ് മാനുവൽ അറിയാം? പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് അതൊക്കെ കണ്ടിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പ്രോജക്റ്റ് മാനുവൽ നോ അതുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം. പ്രോജക്റ്റ് മാനുവൽ ഇപ്പൊ എല്ലാ പ്രോഗ്രാമുകൾക്കും ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. BA തന്നെ 5 എണ്ണം ഉണ്ട്. ഒരാൾ ഒരു ചോദ്യം ചോദിച്ചതാണ്, സാറേ ഞാൻ സോഷ്യോളജി BA ആണ് ചെയ്യുന്നത്, എന്റെ അസൈൻമെന്റ് ഒന്ന് സാറൊന്ന് പറഞ്ഞതാ. ഞാൻ ഉത്തരം തരില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, ആ മണ്ടൻ, ആ കഷണ്ടിക്കാരൻ, ആ താടിക്കാരൻ, അയാൾ പറഞ്ഞത് എന്താ? 1000 രൂപ കൂടുതൽ വാങ്ങിച്ചതല്ലേ അയാള്? അങ്ങനെ പറയുക, അയാൾ 1000 രൂപ കൂടുതൽ വാങ്ങിച്ചില്ലേ പറഞ്ഞാൽ എന്താണ്? പിന്നെ ബ്ലോക്ക് അടിച്ചിട്ട് ഒറ്റ പോക്കാണ്. ബ്ലോക്കായി ആള് പോയി, കുറെ തെറിയും പറഞ്ഞിട്ട് ആള് പോയി. പക്ഷേ BComന് ഞാൻ ജോത്സ്യനല്ല. നിങ്ങൾ എന്നോട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണം. പ്രോഗ്രാം കോഡിൽ BSc എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, BA എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. BA ഉണ്ട്, BAG ഉണ്ട്, BAM ഉണ്ട്, BAF ഉണ്ട്, BAH ഉണ്ട്. ഇങ്ങനെ 5 തരം BA ഉള്ളപ്പോ എനിക്കെന്താ കവടി നിരത്തി പറച്ചിലാണോ പണി? നിങ്ങളുടെ കാര്യം, ഒരാളുടെ കാര്യമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നോക്കണ്ടേ? ഞാൻ 10,000-കണക്കിലെ ആളുകൾ എന്റെ പിന്നിലുണ്ട്, 10,000-കണക്കിലെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാമില് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ ഞാൻ ബ്രോഡ്കാസ്റ്റിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് PGക്കുമുണ്ട് ഒരുപോലെ. ഇതേപോലെ തന്നെ PGക്കും പലതുമുണ്ട്. അത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. വി ക്യാൻ ഐഡന്റിഫൈ BCOC 131 എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ രഞ്ജു അയച്ചു തന്നു. BComനുണ്ട്, BCom Fനുണ്ട്, BCom Gക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ BBAക്കുണ്ട്. ഇതിനെല്ലാം ഇപ്പൊ ഈ ഒരു പേപ്പർ ഉണ്ട്. സോ ഞാനിപ്പോ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാമുകൾ, പരമ്പരാഗത രീതിയിൽ അത് പറയുന്നത് കോഴ്സ്. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അറിഞ്ഞിരിക്കണം, പ്രോഗ്രാം എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയും, ഞാൻ BSc മാത്സ് ആണ്, എന്റെ കാലത്ത് BSc മാത്സ് എന്നുള്ള കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്. അതിലുള്ള സബ് അഥവാ സബ്ജക്ട് അഥവാ ആൻസിലറി ഫിസിക്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷെ ഈ കാലത്ത് നമ്മൾ പറയുന്നത് അതല്ല, അതൊക്കെ കോഴ്സസ് ആണ്. അതാണ് കോഴ്സസ്. ആ കോഴ്സുകളുടെ കോഡാണ് ഇപ്പൊ എഴുതി തന്നത്. BCOC 131 അത് കോഴ്സ് കോഡാണ്. അതായത് നമ്മളുടെ പേപ്പർ, നമ്മളുടെ സബ്ജക്ട് എന്നുള്ളതിനെയാണ് കോഴ്സുകൾ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ പ്രോഗ്രാം കോഡുകൾ ചെയ്തതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 5 അല്ലെങ്കിൽ ഒരു 3, ഓരോരുത്തരും ഒരു 3 കോഴ്സ് കോഡുകൾ ഒന്ന് ടൈപ്പ് ചെയ്യൂ. 3 കോഴ്സ് കോഡ് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ഇപ്പൊ MAPC ആണെങ്കിൽ 3 കോഴ്സ് കോഡ്, BBA ആണെങ്കിൽ ഒരു 3 കോഴ്സ് കോഡ്, 3 സബ്ജക്റ്റിന്റെ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. MASS ആണെങ്കിൽ അതിന്റെ 3 കോഴ്സ് കോഡ്, MSc CFT ആണെങ്കിൽ അതിന്റെ 3 കോഴ്സ് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യൂ.
അറിയില്ല എങ്കിൽ ഉടൻ എഴുതിയെടുക്കൂ. ഐ വാണ്ട് ടു നോ വാട്ട് ഈസ് കോഴ്സ് കോഡ്. കോഴ്സ് കോഡ് അറിഞ്ഞിരിക്കണം, കോഴ്സ് കോഡുകൾ അറിഞ്ഞിരിക്കണം, കോഴ്സ് എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാലേ നിങ്ങൾക്ക് MSD 011, MSD 012, MSD 012 പ്രാവശ്യം പറഞ്ഞ് അങ്ങനെ 3 ആക്കി. MSEI 021, MBRL 101, BEVAE 181, അങ്ങനെ. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെയാണ് കോഴ്സ് കോഡുകൾ എന്നൊക്കെ പറയും. MHD1, MHD2 അത് ഹിന്ദിയില്, MPC 001, MCFT 1, MCFT 2, MCFT 3, MSD 11 to MSD 17. ഫൈൻ. അങ്ങനെ 6 എണ്ണമുണ്ട്, 7 എണ്ണമുണ്ട്. അതൊക്കെയാണ് കോഴ്സ് കോഡുകൾ. ആ കോഴ്സ് കോഡുകൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വിച്ച് ഈസ് യുവർ സ്കൂൾ. അതോ മാഷെ ഞാൻ ഇപ്പൊ സ്കൂളിലെ പണ്ട് പഠിച്ചതല്ലേ സ്കൂള്? അല്ല, ഇനിയിപ്പോഴും നിങ്ങൾക്ക് സ്കൂളുണ്ട്. സ്കൂൾ ഓഫ് നിങ്ങൾ ഏത് സ്കൂളിൽ പെടും? സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് മെഡിസിൻ, സ്കൂൾ ഓഫ് സയൻസ്, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സ്കൂൾ ഓഫ് ഡിസിപ്ലിനറി ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി, അങ്ങനെ 17 സ്കൂളുണ്ട്. അഥവാ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ കാണാൻ പോവാണ് കേട്ടോ, HOD. ആ HODനെ നമ്മൾ പറയുക സ്കൂൾ കോർഡിനേറ്റർ, പ്രോഗ്രാം കോർഡിനേറ്റർ, സ്കൂൾ കോർഡിനേറ്റർ. അപ്പൊ സ്കൂൾ ഏതാണ് എന്നറിയാം. സ്കൂൾ ഓഫ് ITS, സ്കൂൾ ഓഫ് ITS, ഇൻഫർമേഷൻ ടെക്നോളജി, അത് MSc IS ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ആണ് MEG. ഓക്കെ, MEG ഇംഗ്ലീഷ്, സ്കൂൾ ഓഫ് MA അറബിക്ക്, സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജസ് ആണ്. അപ്പൊ നമ്മുടെ സ്കൂൾ ഏതാണ് എന്ന് അറിഞ്ഞിരിക്കണം. സാറേ ഞാൻ ചോദിച്ചത് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന്. സാർ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിച്ച് നീട്ടണത്? അതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പൊ ഉള്ളത്. എന്റെ പൊന്ന് ഹബീബുകളെ, പൊന്ന് സുഹൃത്തുക്കളെ, ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞാലേ നിങ്ങൾക്ക് അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റൂ, അല്ലെങ്കിൽ അന്തം വിട്ട് നിൽക്കേണ്ടി വരും. ഈ പറയുന്നതെല്ലാം അറിഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളുടേത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. ഡൗൺലോഡ്, അപ്പൊ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? പ്രോഗ്രാം അറിയണം, കോഴ്സ് അറിയണം, പ്രോഗ്രാം കോഡ് അറിയണം, കോഴ്സ് കോഡ് അറിയണം, സ്കൂൾ ഓഫ് അറിയണം, ഏത് ലെവൽ, PG ലെവൽ, UG ലെവൽ, സർട്ടിഫിക്കറ്റ് ലെവൽ, ഡിപ്ലോമ ലെവൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ലെവൽ. അപ്പോ 2 കൊല്ലത്തെ PG, 1 കൊല്ലത്തെ PGD, 1 കൊല്ലത്തെ D, 6 മാസത്തെ C, 3 കൊല്ലത്തെ B, ഇപ്പൊ 4 കൊല്ലത്തെയും D, 3 കൊല്ലത്തെയും D, 4 കൊല്ലത്തെയും B, 2 കൊല്ലത്തെ PG. ഇതൊക്കെയാണ് ലെവൽ. അപ്പൊ നിങ്ങളുടെ ലെവൽ മാസ്റ്റർ ലെവൽ, PG എന്നല്ല മാസ്റ്റർ. പിന്നെ ബാച്ചിലർ, അതാണ് നമ്മൾ കൊടുക്കുന്ന വാക്ക്. UGCയും ഇഗ്നോയും രണ്ടും ബായിയാണ്. ബഡാബായി ചോട്ടാബായി രണ്ടുപേരും. ഓക്കെ, അവരാണ് ഈ പറയുന്നത് രണ്ടും. UGCയുടെ ടെർമിനോളജി തന്നെയാണ് ഇഗ്നോയുടെ ടെർമിനോളജി, ഇഗ്നോയുടെ ടെർമിനോളജി തന്നെയാണ് UGCയുടെ ടെർമിനോളജി. അപ്പൊ മാസ്റ്റർ ലെവൽ, PG ലെവൽ എന്നല്ല, മാസ്റ്റർ ലെവൽ, ബാച്ചിലർ ലെവൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ലെവൽ, സർട്ടിഫിക്കറ്റ് ലെവൽ. ഇതാണ് ലെവലുകൾ. ഈ ലെവലുകൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കോഴ്സ് കോഡുകളെ അന്വേഷിച്ച് അസൈൻമെന്റിനാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനാണെങ്കിലും ബുക്കിനാണെങ്കിലും നമ്മൾ പോകേണ്ടത്. അപ്പൊ ഇത്രയും സംഗതികൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക്. ലെവൽ മാസ്റ്റർ ലെവൽ, എല്ലാ മാസ്റ്റർ പ്രോഗ്രാമും. പിന്നെ ബാച്ചിലർ ലെവൽ, എല്ലാ ഡിഗ്രികളും. അപ്പൊ BEd ഏതിൽപ്പെടും? ബാച്ചിലറിൽ പെടും. BLIS ഏതിൽപ്പെടും? 1 കൊല്ലമേ ഉള്ളൂ BLIS, ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അതും ബിയിലാണ് ഉണ്ടാവുക, ബാച്ചിലർ ആണ്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ, പിന്നെ C. ഇത് പറയുമ്പോ നിങ്ങളിൽ എല്ലാവരും
നിങ്ങൾക്ക് അറിയുന്ന എല്ലാവരും അൺലിമിറ്റഡ് വാണ്ടുള്ള ഈ ലോകത്ത് ഒരേ സമയം, മുബാറക് മാഷ് അല്ല പറയുന്നത്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറയുന്നു, ഒരേ സമയത്ത് നിങ്ങൾ 2 PG ചെയ്യാം. റെഗുലറിൽ തന്നെ 2 PG ചെയ്യാം. ആ റെഗുലറിന് കൊമ്പും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസിൽ എനിക്ക് കൊമ്പില്ല എന്നുമില്ലട്ടോ, രണ്ടും ഒന്നാണ്. ഒന്ന് കാശുള്ളവൻ ഫേസ് ടു ഫേസ് പോയി പഠിക്കുന്നു, ഒരുത്തൻ ഏത് നേരവും സദ്യ കഴിക്കുന്നു, നമ്മൾ ഏത് നേരവും കഞ്ഞി കുടിക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ന്യൂട്രീഷ്യസ് ഏതാണ് എന്ന് കഴിക്കുന്നവന്റെ ആ വിശപ്പിന്റെ ലെവൽ അനുസരിച്ച്, ആ ടേസ്റ്റിന്റെ ലെവൽ അനുസരിച്ചാണ്. മറ്റവൻ ആ കാട്ടിക്കൂട്ടുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു, റൂം എടുക്കുന്നു, PGയിൽ പോയി താമസിക്കുന്നു, കള്ളു കുടിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, ആവേശത്തിന്റെ എല്ലാ തിമിർപ്പും അവൻ ചെയ്തു കൂട്ടുന്നു. എന്നിട്ട് എല്ലാം തികഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഒരു മൂലയിൽ വന്ന് ഇരുന്നിട്ട് സാറേ ഇഗ്നോയിലെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് അവസാനം വരുന്നു. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ. എല്ലാം അടിച്ചു പൊളിച്ചിട്ട് ലക്ഷങ്ങൾ പലിശക്കണി, കടക്കണി, എല്ലാം കുത്തിത്തിരിപ്പും ഉണ്ടാക്കിയിട്ട് എല്ലാ ബെടക്കിലും ചെന്ന് ചാടിയിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഈ ഒരു സംഭവം. ചിലരുണ്ട്, ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ 1988 മഴയത്ത് ചിരട്ടയിൽ മെഴുകുതിരി കത്തിച്ച് പുലർച്ചെ 4:30 പുതുക്കോട് ഗ്രാമത്തിൽ നിന്ന് പഴയന്നൂർ വരെ 9 കിലോമീറ്റർ അതിരാവിലെ നടന്നിട്ട് 5:30 മണിക്ക് ബസ് കയറി, ആ 5:30 മണിക്ക് ബസ് കയറിയിട്ട് പ്ലാഴിയിൽ കയറിയിട്ട് അവിടുന്ന് പഴയന്നൂർ എത്തി, ഒറ്റപ്പാലം എത്തി, പെരിന്തൽമണ്ണ എത്തി, കോഴിക്കോട് മാനഞ്ചിറ മൈതാനത്തിലെ B.Ed കോളേജില് 11 മണിക്ക് ഞാൻ പോയി ചേരും. അവിടെ ആദ്യത്തെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്കറിയാം ഇത്രയും ദൂരെ വരികയാണ്. ഡെയിലി വന്നും പോയി കൊണ്ടിരുന്നിരുന്ന എനിക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത എന്ത് എന്ന്. ഇന്ന് അതല്ല. എന്റെ വീടിന്റെ 1 കിലോമീറ്ററിന്റെ അടുത്ത് 4 B.Ed കോളേജാണ്. മഞ്ഞപ്രയിലെ B.Ed കോളേജ്, ആലത്തൂരിൽ B.Ed 14 കിലോമീറ്ററിന്റെ അടുത്ത് ഇങ്ങനെ B.Ed, കൊടുവായൂരിൽ B.Ed കോളേജ്, എല്ലാ ഭാഗത്തും B.Ed. TTC ആണെങ്കിൽ എല്ലാ ഭാഗത്തും. അങ്ങനെയാണ് നിലവിൽ. അന്ന് ഈ ഒരു സംഗതിക്ക് കോഴിക്കോട്ടിലേക്ക് പോയിരുന്നു, ഡെയിലി പോയിട്ട് തിരിച്ചു വന്നിരുന്നു. ഇതാണ് ആ കാലം. ഇന്നത്തെ കാലം മാറി. ഇപ്പൊ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താൽ എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകളും അതിന്റെ അകത്ത് ഇങ്ങനെ വരികയാണ്. നിങ്ങൾക്കും വന്നിട്ടുണ്ട് ഒരുപാട് തട്ടിപ്പുകൾ. 6 മാസത്തിനുള്ളിൽ ഞാൻ വലിയവനാകാം, നിങ്ങൾക്ക് കൗൺസിലർ ആകാം, 6 ദിവസം കൊണ്ട് കൗൺസിലർ ആകാം, 3 ദിവസം കൊണ്ട് കൗൺസിലർ ആകാം, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ചു തരാം, എഞ്ചിനീയറിംഗ് വാങ്ങിച്ചു തരാം. തട്ടിപ്പിന്റെ പ്രളയമാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിൽ അടക്കം തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട്, അത് രജിസ്റ്റേർഡ് ഫേം ആണ്. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത് സീഡ് ട്രസ്റ്റ് കേരളയിലെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് രജിസ്റ്റേർഡ് ഫേം ആണ്. ആ പേരിൽ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് പലതും വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ തരുന്ന മെസ്സേജുകളിൽ കൃത്യമായിട്ട് പിതൃത്വം ഏറ്റെടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും. KM മുഹമ്മദ് മുബാറക്, ഡയറക്ടർ, സീഡ് ട്രസ്റ്റ് കേരള, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്ന് കൃത്യമായി തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ തരുന്നത് എന്തിനാ? കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നാട്ടിൽ ഈ ഇതിന്റെ പേരിൽ തട്ടിപ്പുകൾ ഇഷ്ടംപോലെ. ഇങ്ങനെയൊക്കെ ഉള്ള നെറ്റ് നടത്തുന്ന, നീറ്റ് നടത്തുന്ന സ്ഥാപനത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? 10 ലക്ഷം രൂപക്ക് 15 ലക്ഷം രൂപക്ക് വ്യഭിചാരത്തിന്റെ മറ്റൊരു രൂപമല്ലേ? നെറ്റ് എഴുതാൻ വേണ്ടി ഞാൻ പോയി, ഇപ്പൊ നെറ്റ് റദ്ദ് ചെയ്തിരിക്കുകയാണ് അത്രേ. എന്റെ മകൾ ഹൈദരാബാദിൽ ആകെ 5 കേന്ദ്രങ്ങളിലെ PG നെറ്റുള്ളൂ. മിനിഞ്ഞാന്ന് അവിടെ എത്തി, സന്തോഷത്തോടു കൂടി വിളിച്ചു പറഞ്ഞു, റൂമൊക്കെ കാണിച്ചു തന്നു. ഉപ്പാദ PG നീറ്റ് MS വേണ്ടിയിട്ട് ഒക്കെ അവിടെ പോയി. ഇപ്പൊ അവസാനം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ PG നീറ്റ് ക്യാൻസൽ ചെയ്തു, റദ്ദ് ചെയ്തു. ഇനി മറ്റൊരു സന്ദർഭത്തിൽ ഇനി ഇതുപോലെ വീണ്ടും അങ്ങനെ പോകണം. അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് ലോകത്താണ് നമ്മളിപ്പോ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കയ്യിൽ വച്ചിട്ടിരിക്കുന്നത് അതിമഹത്തായ സംഭവങ്ങളാണ്. അത് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ വളരെ 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 എഫേർട്ട് എടുക്കണം, വളരെ ഭംഗിയായിട്ട് എഫേർട്ട് എടുക്കണം. സോ നമ്മൾ എങ്ങനെ എഫേർട്ട് എടുക്കണം? കൂടുതലായിട്ട് നിങ്ങൾ ഒരു എഫേർട്ടും എടുക്കേണ്ടതില്ല. നിങ്ങൾ സ്മാർട്ട് വർക്ക് മാത്രം ചെയ്യുക. യു ഡോണ്ട് വർക്ക് ഹാർഡ്.
എല്ലാവരും പറയും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ, ഹാർഡ് വർക്ക് ചെയ്യൂ, കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ. ഫോർ യുവർ ലേണിംഗ് പർപ്പസ് യു ഡു സ്മാർട്ട്. സ്പെസിഫിക് ആയി, മെഷറബിൾ ആയി, അഡ്ജസ്റ്റബിൾ ആയി, റിലയബിൾ ആയി, ടൈം ബൗണ്ട് ആയി മാത്രം നിങ്ങൾ ചെയ്യുക. അത് അറിയണമെങ്കിൽ, ആ ടൈം ബൗണ്ട് അറിയണമെങ്കിൽ, ആ സ്പെസിഫിക് അറിയണമെങ്കിൽ, ആ മെഷർമെന്റ് അറിയണമെങ്കിൽ, റിലയബിലിറ്റി അറിയണമെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില വാക്കുകൾ പഠിച്ചിട്ടുണ്ടാവണം. ഒന്നാമത്തത്, വാട്ട് ഈസ് എ ക്രെഡിറ്റ്? IGNOU fully, UGC fully based on choice based credit system. ക്രെഡിറ്റ് എന്താണ് എന്ന് അറിയാത്ത മണ്ടൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് ഇൻ സ്ട്രക്ചർ. പക്ഷെ അതിന്റെ അകത്തുള്ള ഒഫീഷ്യൽസ് എല്ലാം തരികിടകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA മലയാളം വിദ്യാർത്ഥിയാണ് ഞാൻ. അസൈൻമെന്റ് എഴുതിക്കൊണ്ട് ബാക്കി അസൈൻമെന്റിനെ പറ്റി ഇവിടെ ഘോരഘോരം ഒരു 500-ൽ കൂടുതൽ വീഡിയോ ഇറക്കിയിട്ടുള്ള ഞാൻ അസൈൻമെന്റിന്റെ ലേറ്റ് ഫീ അഥവാ ഫൈൻ കൊടുക്കണം. എത്ര ഫൈൻ കൊടുക്കേണ്ടത്? ആരാണ്? കുറ്റം ചെയ്തവനാണ്. ഫൈൻ അടയ്ക്കേണ്ടത് കുറ്റം ചെയ്തവനാണ്. നിങ്ങളിൽ നിന്ന് ആരും ഫൈൻ ഈടാക്കിയിട്ടില്ല അസൈൻമെന്റ് വെക്കാത്തതിന്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മണ്ടൻ ഉദ്യോഗസ്ഥന്മാർ പിഴുതെഴുതിയ കുറെ വയസ്സന്മാരാണ് കേട്ടോ. റിട്ടയർ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന കുറെ വൃത്തികെട്ടവർ. അങ്ങനെ തന്നെ ഞാൻ പറയും, പബ്ലിക് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അസൈൻമെന്റ് വെക്കേണ്ടതിന് ലേറ്റ് ഫീ ഫൈൻ 200 രൂപ ഓരോ അസൈൻമെന്റിനും. കാശുണ്ടാക്കാൻ എത്ര എളുപ്പം. 26 സബ്ജക്റ്റ് ആണ് നമ്മുടെ BA കുട്ടികൾ പഠിക്കുന്നത്. 26 എണ്ണത്തിന് അസൈൻമെന്റ് വെക്കുകയാണെങ്കിൽ 2600 പ്ലസ് 5200 രൂപ ഫൈന് കൊടുക്കണമെങ്കിൽ ഒരു കൊല്ലത്തെ ഫീസ് അതിനേക്കാൾ കുറവേ ഉള്ളൂ. എന്ത് മണ്ടൻ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി ഈസ് ദ ഗ്രേറ്റ്. പക്ഷെ അതിന്റെ അകത്തുള്ള കീടങ്ങൾ എന്താ ചെയ്യുന്നത്? വളരെ വൃത്തികെട്ടത്. 3 കൊല്ലത്തെ ഒരു ബിരുദം 3 കൊല്ലം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കാലൊടിഞ്ഞ് ഞാൻ കിടന്നിരുന്നു. 4ാമത്തെ കൊല്ലത്തിൽ എനിക്ക് ശരിയായി. 4ാമത്തെ കൊല്ലവും 5ാമത്തെ കൊല്ലവും 6ാമത്തെ കൊല്ലവും ഞാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് എന്റെ തീരുമാനമാണ്. PG ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യത്തെ കൊല്ലത്തിൽ ചേർന്നു, കല്യാണം കഴിഞ്ഞു, സുഖസുന്ദരമായി കുടുംബ കാര്യങ്ങളൊക്കെ പോയി, ഹണിമൂൺ പോയി, അത് ചെയ്തു ഇത് ചെയ്തു. രജിസ്റ്റർ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. രജിസ്റ്റർ കൃത്യമായി ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഇയർ ബാക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ രജിസ്റ്റർ ചെയ്തു, അടുത്ത സെഷനിൽ തന്നെ രജിസ്ട്രേഷനും ചെയ്തു. ഓക്കെ, 4 കൊല്ലം അയാള് ആദ്യത്തെ 2 കൊല്ലം ഒന്നും ചെയ്തില്ല, എല്ലാം കഴിഞ്ഞു, കറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വന്ന് നോക്കുമ്പോ കൂടുതൽ ആഘോഷിച്ചാൽ എല്ലാം പഴക്കം വന്നാലെല്ലാം പുളിക്കും. അതുകൊണ്ട് തന്നെ ജീവിതവും പുളിച്ചു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് എന്റെ ഇഗ്നോയെ ഓർമ്മ വന്നത്. ഞാൻ പതുക്കെ പൊടി തട്ടി എടുത്തു. ആ ലെവലിൽ ഇപ്പോൾ ഉള്ളവർ ഇതിന്റെ അകത്ത് ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് 95% ഇഗ്നോയിലെ ലേണേഴ്സ്. നമുക്ക് വിശപ്പ് എന്താണ് എന്നും അധ്വാനം എന്താണ് എന്നും കഷ്ടപ്പാട് എന്താണെന്നും നന്നായിട്ട് അറിയാം. നമ്മൾ നമ്മുടെ കണ്ണാടിയിലെ മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ് ഇപ്പൊ മുബാറക് മാഷിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നത്. അതൊക്കെ നമുക്കറിയാം. അപ്പൊ അവസാനം ആ 2ാമത്തെ കൊല്ലത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊടി തട്ടി എടുത്തി. മുബാറക് മാഷ് എനിക്ക് രജിസ്റ്ററും ചെയ്തു തന്നു. അയാൾ അന്ന് എന്തിനാ രജിസ്റ്റർ എന്നൊക്കെ എനിക്ക് അറിയാതിരുന്നപ്പോൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. അയാൾക്കൊരു 300 രൂപ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പാവം അയാൾ പറഞ്ഞിട്ടുണ്ടാകുക. ശരി, എന്തോ ആകട്ടെ, ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്തത് കൊണ്ട് എനിക്ക് 4ാമത്തെ കൊല്ലത്തിൽ ഫൈനൽ ചെയ്യാൻ പറ്റി. 1ാമത്തെ കൊല്ലത്തിൽ രജിസ്റ്റർ ചെയ്തു, 2 കൊല്ലം രജിസ്റ്റർ ചെയ്തില്ല. അപ്പൊ എത്ര കൊല്ലമായി? 3 കൊല്ലമായി. 4ാമത്തെ വർഷത്തിൽ ഞാൻ പോയി രജിസ്റ്റർ ചെയ്തു. 5 പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ MBAയിലെ 7 പേപ്പർ ഉണ്ട്. ഒരു സെമസ്റ്ററിന് 7 പേപ്പർ, ഒരു കൊല്ലത്തിന് 14 പേപ്പർ. ആ 14 പേപ്പറിൽ 13 പേപ്പറേ കിട്ടിയുള്ളൂ. തോറ്റു. ഇഗ്ന 4 കൊല്ലം തന്നു. നമ്മൾ ഉഴപ്പി. അയാൾ ആ കഷണ്ടിക്കാരൻ താടിക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു എങ്കിൽ നേരത്തെ ആ അന്നൊക്കെ കാശ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുട്ടടിക്കാൻ വേണ്ടി മാത്രമാണ് ചെലവഴിച്ചത്. എന്നാൽ ആഘോഷമായിരുന്നു. എന്തൊക്കെയായിരുന്നു ആഘോഷം, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഞങ്ങൾ അതൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ചു, എല്ലാം ശരിക്കും പൊളിച്ച് അവസാനം ട്രൗസർ അടക്കം കീറുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് ആ 2 കൊല്ലവും 3 കൊല്ലവും കഴിഞ്ഞ് ഇപ്പൊ വരുമ്പോ അത് ആദ്യമേ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു എങ്കിൽ മാക്സിമം പീരീഡും മിനിമം പീരീഡും മാക്സിമം പീരീഡും എൻജോയ് ചെയ്യാമായിരുന്നു. ആ തിരക്കിന്റെ ഇടയിൽ എനിക്ക് വന്നിട്ട് ഒരു 4 പേപ്പർ എഴുതിയിട്ട് പോകാമായിരുന്നു.
ആ തിരക്കിന്റെ ഇടയിൽ ഒന്നും കൂടി വന്നിട്ട് ഒരു 4 പേപ്പർ എഴുതിയിട്ട് പോകാമായിരുന്നു, കുന്നുകൂടി ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ എഴുതിയപ്പോ ഇപ്പൊ എനിക്ക് അവസാനത്തെ കൊല്ലത്തിൽ 7 പേപ്പറേ ഉള്ളൂ. ആ 7ഉം എനിക്ക് കിട്ടി. ഓക്കെ, രക്ഷപ്പെട്ടു. ഇതല്ല, എല്ലാം കൂടി എടുത്തു വെച്ചു. പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം. പണ്ടാരടങ്ങാൻ പ്രൊക്രാസ്റ്റിനേഷൻ. പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം. ഞാൻ പറയുക, പിന്നെ ചെയ്യാം എന്നുള്ളത് പിന്നെ ചെയ്യാം, മറിച്ച് ഇപ്പൊ ചെയ്യാം, ആദ്യമേ ചെയ്യാം. നിങ്ങൾ തെറി പറഞ്ഞോ, എനിക്കൊരു കുഴപ്പവുമില്ല, പറയുന്നത് ഞാനാണ്. അപ്പൊ പിന്നെ ചെയ്യാം എന്നുള്ളത് പിന്നെ ചെയ്യാം, മറിച്ച് ഇപ്പൊ ചെയ്യാം. എനിക്ക് 300 രൂപ കിട്ടുകയും ചെയ്യും, അതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നുമില്ല. അല്ലെങ്കിലോ നിങ്ങൾക്ക് 30,000 രൂപ പോയി കിട്ടും. മെസ്സേജ് അയക്കുമ്പോ റിപ്ലൈ തന്നില്ലെങ്കിലേ 30,000 രൂപ പോയി കിട്ടും. എങ്ങനെയാണ് ഈ 30,000 രൂപ പോയി കിട്ടുന്നത്? ഫസ്റ്റ് ഇയറിൽ 12,000, സെക്കൻഡ് ഇയറിൽ 12,000, പരീക്ഷയ്ക്ക് എഴുതിയത് അത്ര. ഇത്രയും കഴിഞ്ഞതിന് ശേഷം പുതിയ അഡ്മിഷൻ വീണ്ടും ഒരു 15,000. 3 കൊല്ലം കഴിഞ്ഞില്ലേ, ഫീസ് കൂടിയില്ലേ, അപ്പൊ വീണ്ടും 15,000. സൂര്യന്റെ BBAയുടെ കാര്യം അടക്കമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും അപ്പൊ എത്രയായി? 36,000 ഇപ്പൊ തന്നെയായി. ഇനി അതൊക്കെ പണ്ടാരടങ്ങണം, എല്ലാം കൂടി ചെയ്യണം. അത് അന്നേ ചെയ്യാമായിരുന്നു, ഇപ്പൊ കുന്നുകൂടി കിടക്കാണ്. എന്തായാലും ഇപ്പൊ ചെയ്തില്ലല്ലോ, ഇനി പിന്നെ ചെയ്യാം. എല്ലായിടത്തും വലിച്ചെറിഞ്ഞിട്ട് മൂടും തട്ടി ഏകാന്തപതികൻ ഞാൻ പാട്ടും പാടിയിട്ട് ഇങ്ങനെ നടക്കാം. അതാണ് ഇപ്പൊ നടക്കുന്നത്. വേറെ ഒന്നും നടക്കില്ല. അപ്പൊ ചെയ്യാനുള്ളത് നേരത്തെ ചെയ്താൽ ഒരു കുഴപ്പവും. ചെയ്യാനുള്ളത് നേരത്തെ ചെയ്യണം, അതാണ് ഏറ്റവും നല്ലത്. അത് ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ ആളെ കളിയാക്കരുത്, കൊഞ്ഞനം കുത്തരുത്. അത് അനുഭവം കൊണ്ടാണ് പറയുന്നത്. മുമ്പേ പറക്കുന്ന പക്ഷികൾ നേരത്തെ പോയിട്ട് എടാ മക്കളെ 1/2 കിലോമീറ്റർ പോയാൽ അവിടെ വലിയ പാതാളമാണ്, നിങ്ങൾ ആ വഴിക്ക് പോകരുത്. ആ കഷണ്ടിക്കാരനെ പ്രാന്തായിട്ട് പറയാണ്, നമ്മൾ പോകുന്ന അസൂയ കൊണ്ട് പറയാൻ. നമ്മുടെ യൂത്തിന് അയാൾ അതിന് പറയായിരിക്കും, നമുക്കൊന്ന് പോയി നോക്കാടാ എന്ന് പറഞ്ഞിട്ട് ആ 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോകും. പോയിട്ട് വിവരം കാണും. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ തിരുമണ്ടൻ പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങോട്ട് പോയ 1 മണിക്കൂർ അതേപോലെ 1 മണിക്കൂർ തിരിച്ചു വന്നാലേ ഇങ്ങോട്ട് വരികാൻ പറ്റുകയുള്ളൂ. സോ ലോസ്റ്റ് ഈസ് ഡബിൾ. വേണ്ട എന്ന് പറഞ്ഞ് പോയത് തിരിച്ച് വീണ്ടും അതുപോലെ വരണം. ഒരു പ്ലസ്, വീണ്ടും ഒരു പ്ലസ്. ആ 2 പ്ലസ് ചേരുമ്പോഴേ നെഗറ്റീവ് ആവുകയുള്ളൂ. അപ്പൊ 2 നഷ്ടമാണ് നമ്മുടെ ഇടയിൽ. അതിനാണ് മുമ്പേ പറയുന്നവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. പിന്നെ കുറുക്ക് വഴി അന്വേഷിച്ചിട്ട് കുറെ ആളുകൾ നടക്കും, അതിലേക്കും ദയവ് ചെയ്ത് നിൽക്കരുത്. അപ്പോ സാരോപദേശം ഞാൻ നിർത്തുകയാണ്. പക്ഷെ സാരോപദേശം നിർത്ത്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയേ. ഓരോ ആൾക്കും 2 സെഷനാണ് ഉള്ളത്. ഇഗ്നോയിൽ 2 സെഷനാണുള്ളത്. എഴുതിയെടുത്തോളൂ. 2 സെഷൻ. ജനുവരി സെഷൻ, ജൂലൈ സെഷൻ. എല്ലാവർക്കും 2 സെഷൻ. നമുക്ക് അനുവദിക്കപ്പെട്ട പീരീഡ് കഴിഞ്ഞിട്ട് എപ്പോ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. സാധാരണഗതിയിൽ ഡിഗ്രിയിലെ കുറച്ച് സംഗതികളും PGയിലെ കുറച്ച് സംഗതികളും സെമസ്റ്റർ എന്ന് കാണുമെങ്കിൽ പോലും അത് സെമസ്റ്ററുകൾ അല്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ അഡ്മിഷൻ സമയത്ത് കൃത്യമായിട്ട് ഒരു വോയിസ് മെസ്സേജ് പറയും. അഡ്മിഷൻ ഫീ, രജിസ്ട്രേഷൻ ഫീ, പ്രോസസിംഗ് ഫീ, സർവീസ് ചാർജ്, ഇഗ്നോ നൽകുന്ന ടെക്സ്റ്റ് മെറ്റീരിയൽ ചാർജ് എല്ലാം ഉൾപ്പെടെ 6,500 രൂപയാണ് സുഹൃത്തെ. മെസ്സേജ് നന്നായി പിൻ ചെയ്ത് വെക്കൂ. ഓക്കെ, ഞാൻ പറയുന്നത് മെസ്സേജ് നന്നായി വായിക്കൂ. പോയിന്റ് നമ്പർ 4ഉം 4A-യും 5 അല്ല, പോയിന്റ് നമ്പർ 5ഉം 5A-യും 6ഉം നന്നായി ഒബ്സർവ് ചെയ്യൂ. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്. 11 മാസം കഴിഞ്ഞിട്ട് പരീക്ഷാ ഫീസ് ഇനി അടച്ചാൽ മതി എന്ന് പറയുമ്പോ അത് മാത്രം കേട്ടിട്ടുണ്ടാവില്ല. കാരണം ആദ്യമേ ഇയാൾ കഥ പറയാൻ തുടങ്ങി, അവിടെ ഓഫ് ചെയ്തു. കാരണം അപ്പുറത്തെ ടിക്ടോക്ക് ഉണ്ട്, അപ്പുറത്ത് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ടിക്ടോക്ക് എന്നൊക്കെ ഞാൻ നല്ല വാക്കാ പറയുന്നത്. യൂട്യൂബ് തുറന്നാല് വേറെ മസാലകൾ കുന്നുകൂടി വരികയല്ലേ, കാശും കൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ വരികയല്ലേ. അപ്പൊ അതൊക്കെ കാണാൻ നമുക്ക് നിൽക്കണ്ടേ. അതാണ് നിലവിലെ അവസ്ഥകൾ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അവസാനം കേട്ടത്, സാറേ ഇനി എപ്പോഴാണ് പരീക്ഷാ ഫീസ്? 11 മാസം മതി എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കുക അത് ആനുവൽ ആണ് എന്ന്. 3 മാസം കഴിഞ്ഞിട്ട് പരീക്ഷാ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കുക അത് സെമസ്റ്റർ ആണ് എന്ന്. സാറേ എന്റെ ബുക്ക് എനിക്ക് തന്ന കടലാസിൽ സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇഗ്നോ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയല്ല. അതാണ് അതിന്റെ രീതി. ഇപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെയല്ല. MSc CFT സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്ന് കാണില്ല. MCOMൽ സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്ന് കാണും. പക്ഷെ സെമസ്റ്റർ 1ഉം സെമസ്റ്റർ 2ഉം ഉണ്ട്. MA ഇംഗ്ലീഷിന് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്ന് കാണും. പക്ഷെ നിങ്ങൾക്ക് സെമസ്റ്റർ അല്ല. MA ഹിസ്റ്ററിക്ക് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്ന് കാണും. പക്ഷെ നിങ്ങൾക്ക് സെമസ്റ്റർ അല്ല. BA സോഷ്യോളജി ഓണേഴ്സിന് സെമസ്റ്റർ 1 സെമസ്റ്റർ 2 എന്ന് കാണും. പക്ഷെ അത് സെമസ്റ്റർ അല്ല. അത് ഞങ്ങൾ പറയും, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ആരൊക്കെ പറയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ സെഷൻ 2 എണ്ണം ഉണ്ട്. ആനുവൽ പ്രോഗ്രാം ചെയ്യുന്നവർ അവരുടെ 9ാമത്തെ മാസത്തിൽ 3 കാര്യം ചെയ്യണം. സെമസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നവർ അതായത് DCA, MBA, MCA, MCOM, MSc എൻവയോൺമെന്റ് തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നവർ, അവർ ഫീസ് ആനുവലി ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സെമസ്റ്ററെ വാങ്ങിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾ തിരിച്ചറിയണം. അത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെയേ തിരിച്ചറിയുള്ളൂ. 382 പ്രോഗ്രാമിനെയും ഒറ്റയടിക്ക് പറഞ്ഞു തന്നിട്ട് എന്നിട്ട് മൂടും തട്ടി നിങ്ങൾ പോകാൻ ഞാൻ അങ്ങനെ കൗൺസിലിംഗ് ഒന്നും തരില്ല. എന്റെ ഫോം പൂരിപ്പിച്ച് നിങ്ങൾ അയച്ചു തന്നാൽ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരും. തുടക്കത്തിലെ ഒരു ഒരു ഒഴിവാക്കൽ പ്രക്രിയയാണ്. ഇങ്ങോട്ട് വരണം എന്നുള്ളവർക്ക് കൃത്യമായിട്ട് വരാം. ലോകം മുഴുവനും നമുക്ക് നന്നാക്കാനൊന്നും ഒരിക്കലും കഴിയില്ല. പക്ഷെ നന്നാക്കണം എന്നുള്ളവരിനെ നന്നാക്കിയിട്ടേ ഇരിക്കുകയുള്ളൂ. അതാണ് അതിന്റെ മറ്റൊരു രീതി. സോ 3 മാസം സെമസ്റ്റർ പ്രോഗ്രാം 3 മാസം കഴിഞ്ഞ ഉടനെ 3 കാര്യം ചെയ്യണം. ആനുവൽ പ്രോഗ്രാംകാർ 9 മാസം കഴിഞ്ഞ ഉടനെ 3 കാര്യം ചെയ്യണം. എന്താണ് 3 കാര്യം? 1 രജിസ്റ്റർ ചെയ്യണം. 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. 3 എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. അതിൽ ചില സംഗതികൾക്ക് ഇഗ്നോ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ലേണർ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നോട്ട് എ ടീച്ചർ സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. കുട്ടികളാണ് അവിടെ പ്രാധാന്യം. ലേണറാണ് അൺക്രൗണ്ടഡ് കിങ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എങ്ങനെ ചെയ്യാം എന്ന് ഗംഭീരമായി പഠിപ്പിച്ചു തരുന്ന ഒരു MA ഉള്ള സ്ഥാപനമാണ്. ഏതുപോലെ MSc ഇൻഫർമേഷൻ സെക്യൂരിറ്റി, MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, MSc ഫിസിക്സ്, MA ഹിസ്റ്ററി, MA എഡ്യൂക്കേഷൻ, BSc മാത്സ്, BSc ജിയോഗ്രഫി എന്നൊക്കെ പറയുന്നത് പോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള വിഷയം, ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ 10-15 ഉപ പേപ്പറുകളെ വെച്ച് ഒരു MA പ്രോഗ്രാം നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി. ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ തന്നെ വേർതിരിച്ചിട്ട് അഡൽട്ട് എഡ്യൂക്കേഷൻ, അഡോളസന്റ് എഡ്യൂക്കേഷൻ അല്ല, ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ല, അഡൽട്ട് എഡ്യൂക്കേഷൻ എങ്ങനെ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എങ്ങനെ, ഫോർമൽ എഡ്യൂക്കേഷൻ എങ്ങനെ, അതിൽ PG കൊടുക്കുന്ന, മാസ്റ്റർ ലെവൽ കൊടുക്കുന്ന MA ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, MA അഡൽട്ട് എഡ്യൂക്കേഷൻ, MA ഗാന്ധിയൻ സ്റ്റഡീസ്, ഓക്കെ, അങ്ങനെ തരുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അപ്പോ നമ്മളുടെ സെഷനുകൾ ഏതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സെഷനുകളിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള സംഗതി, നമ്മൾ എപ്പോഴാണ് അസൈൻമെന്റ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോ ഇഗ്നോ സാധാരണഗതിയിൽ 3 മാസം സെമസ്റ്റർ പ്രോഗ്രാം ഉള്ളപ്പോൾ അസൈൻമെന്റ് വെക്കണം, 9 മാസം ഉള്ളപ്പോൾ അസൈൻമെന്റ് വെക്കണം എന്ന് പറയുമ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, ബുക്കുകൾ അയക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇഗ്നോയ്ക്ക് അറിയാം. ഉടനെ തന്നെ അഡ്മിഷൻ എടുത്ത ഉടനെ മുബാറക് മാഷ് ഒരു മെസ്സേജ് അയക്കും. ആദ്യമൊന്നും അയാൾ അത് പറയില്ല. ആരും എന്നെ കോമാളിയായി കാണരുത്. ആദ്യം അത് അയാൾ പറയില്ല. അയാൾ അഡ്മിഷനൊക്കെ എടുത്തു തന്ന ഉടനെ പറയും. എന്താണ് പറയുന്നത്? ഇഗ്നോയുടെ പുസ്തകങ്ങൾ കിട്ടാൻ കുറച്ച് വൈകും സുഹൃത്തുക്കളെ. ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ വാങ്ങിച്ചാൽ താങ്കൾക്ക് 4 ദിവസം 5 ദിവസം കൊണ്ട് ബുക്ക് കിട്ടും, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ആ പറഞ്ഞത് സത്യമാണ്. ഞാൻ തുടങ്ങി വെച്ചത് എന്താണ്? ഈ കേരളത്തിലെ മൊത്തം എല്ലാ യൂണിവേഴ്സിറ്റിയും ചേർന്നാൽ 1 ലക്ഷം കുട്ടികൾ ഇല്ല. ഇഗ്നോയിലെ ഒരു സെമസ്റ്ററിന് 2 ലക്ഷം കുട്ടികളാണ് ചേരുന്നത്. കേരളത്തിൽ മാത്രം 22,000 കുട്ടികളാണ് ചേരുന്നത്.
അഡ്മിഷൻ ആകുന്നത് കേരളത്തിൽ മാത്രം 22,000 കുട്ടികളാണ് ജോയിൻ ചെയ്യുന്നത്. മലയാളികൾ തന്നെ വിദേശത്തിൽ നിന്ന് എനിക്ക് എത്രയാണ് വരുന്നത്? ഒരു സെമസ്റ്ററിന് ഒരു 600-നും 800-നും ഇടയ്ക്ക് ഞാൻ അഡ്മിഷൻ എടുക്കാറുണ്ട്. അവരെയൊക്കെ പൊന്നുപോലെ പരിഗണിക്കാറുമുണ്ട്, ചെയ്യാറുമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്യില്ല, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമോ എന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്യില്ല. അതൊക്കെ അയാൾക്ക് എന്തോ ഉണ്ടാക്കാൻ ഒന്നും ഉണ്ടാക്കാനില്ല. ദിസ് ഈസ് എ നോട്ടീസ് ബോർഡ്. ഒരു കോളേജിന്റെ മുമ്പിൽ ഒരു ബോർഡ് ഒട്ടിച്ചാൽ അവിടെ വരുന്ന 5000 കുട്ടിയും കാണുക, പോവുക, അത്രേ ഉള്ളൂ. ഇത് 5000 പേരുടെയും ഒരു 250 ക്ലാസ്സുകളുടെ ഉള്ളിൽ പോയിട്ട് ഹലോ 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 എന്ന് ഞാൻ നോട്ടീസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നോട്ടീസ് ബോർഡ് പ്രദർശിപ്പിക്കും, ആവശ്യമുള്ളവർ കാണും, കണ്ടില്ലെങ്കിൽ കണ്ടില്ല. പക്ഷെ നോട്ടീസ് ബോർഡിൽ ഉണ്ട് എന്ന് ആദ്യമേ പറയും. അതാണ് ആദ്യം തരുന്നത്. നിങ്ങൾ അഡ്മിഷൻ എടുത്താലും ശരി, എടുത്തില്ലെങ്കിലും ഞാൻ പറയാറ് പോയിന്റ് നമ്പർ 5, പോയിന്റ് നമ്പർ 5A, പോയിന്റ് നമ്പർ 6 ഒരുപാട് സംഗതികൾ നമുക്കുണ്ട്. ഡെയിലി ഒബ്സർവ് ചെയ്യണം. ഈ വാക്ക് കേൾക്കാത്തവർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? തിരസ്കരിച്ചവർ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആ BA ടൂറിസം മാനേജ്മെന്റ് എല്ലാം പറഞ്ഞു തരാം. അത് ആനുവൽ ആണ്. BTS എന്നും പറയും, BA വൊക്കേഷണൽ ആൻഡ് ടൂറിസം സ്റ്റഡീസ് എന്നും പറയും. 3 തരത്തിലുള്ള ടൂറിസം സ്റ്റഡീസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഡെയിലി നോക്കണം എന്നുള്ളത്. അല്ലാണ്ട് എനിക്ക് റീച്ച് കിട്ടിയിട്ട് യൂട്യൂബിൽ മാസത്തില് വരുമാനം കിട്ടുന്നൊന്നും അല്ല. വളരെ പോക്ക. വിദ്യാഭ്യാസം ആർക്കും വേണ്ട. അവർക്ക് മസാലകളും 1 സെക്കൻഡിന്റെ അല്ലെങ്കിൽ 1 മിനിറ്റിന്റെ ഷോർട്സുകളാണ് 2 മില്യൺ 5 മില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. സ്വന്തം ജീവിതം എന്നുള്ളത് ആർക്കും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഇഗ്നോ സ്റ്റുഡന്റ് ലേണർ ആയതുകൊണ്ട്, അവസാനമാണ് അഡ്മിഷൻ എടുത്തത് എന്നുള്ളത് കൊണ്ട് 20 ഏക്കറിൽ പരന്നു കിടക്കുന്ന 40-ൽ കൂടുതൽ ബിൽഡിങ്ങുകളുള്ള സ്റ്റുഡന്റ് ബുക്ക് പബ്ലിക്കേഷൻ ഡിവിഷനിൽ നിന്ന് ലക്ഷക്കണക്കിലെ ബുക്കുകളാണ് ഓരോ ദിവസവും പ്രിന്റായി പാക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ചൂടപ്പം പോലെ വരുന്നു. അത് മണത്ത് നോക്കട്ടെ, എന്ത് രസമുള്ള ഡൽഹിയിലെ ബുക്കിന്റെ മണം അല്ലെ. പുതിയ ബുക്കുകളാണ്, ഫ്രഷ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന ആ ബുക്കുകൾ അപ്പൊ 2 ലക്ഷം 2.25 ലക്ഷം ഒരു സെമസ്റ്ററിലാണ്. ഒരു കൊല്ലത്തിന് 4 ലക്ഷം. ഇതുവരെ ഏകദേശം 45 ലക്ഷത്തിൽ കൂടുതൽ അലുമിനി ഉള്ള ലോകത്തിലെ ഏക യൂണിവേഴ്സിറ്റി ഇഗ്നോ. തുടക്കത്തിലൊക്കെ ആകെ 40,000, 50,000, 1 ലക്ഷം ഒക്കെ ഒരു കൊല്ലത്തിൽ അഡ്മിഷൻ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാലോ ലോകം മുഴുവനും എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോഴല്ലേ വാരിക്കോരി എല്ലാവരും ഡിഗ്രി അല്ലെ A+, എല്ലാവർക്കും A+ കിട്ടുന്ന ഒരു ലോകം ഇപ്പോഴല്ലേ. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അതനുസരിച്ച് തന്നെ എല്ലാറ്റിന്റെയും ഗതിവിഗതി അങ്ങനെ സംഭവിക്കും. അപ്പൊ ചുരുക്കത്തില് 45 ലക്ഷം 50 ലക്ഷം അലുമിനി ഓൾഡ് സ്റ്റുഡൻസ്. ഞാനും ഒരു ഓൾഡ് സ്റ്റുഡന്റ് ആണ് ഇഗ്നോയിലെ, MSc CFT. അപ്പൊ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ അയച്ചു തരാൻ വൈകും. അനുഭവമാണ് പറയുന്നത്. വേണമെങ്കിൽ അനുസരിച്ചാൽ മതി. എനിക്ക് ആ ഓർഡറിൽ പോയിന്റ് നമ്പർ 4 ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുകയോ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ആ ഫോം അയക്കുകയോ ചെയ്താൽ നിങ്ങളുടെ പുസ്തകം 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ വീട്ടിൽ കിട്ടിയിരിക്കും. ഈ പറയുന്നത് സത്യമാണ്. വേണ്ടെങ്കിൽ വേണ്ട, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു, വേറെ ആരും തയ്യാറാക്കി വച്ചിട്ടില്ല. ആ മെസ്സേജ് ആരും പറഞ്ഞു തരില്ല, കോർഡിനേറ്റർ ഒന്നും പറഞ്ഞു തരുന്നില്ല. ഇതാണ് വസ്തുത. പക്ഷെ അത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിലർ അത് വേറെ ഒരു രൂപത്തിൽ വ്യാഖ്യാനിക്കും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ബുക്കുകൾ കിട്ടുമോ? ഇന്ന് 382 പ്രോഗ്രാമുകളുടെയും ബുക്കുകൾ നമ്മൾ ഈ ഉള്ള ഇത്രയും പേര് ഉദ്ദേശിച്ചാൽ 2 മണിക്കൂർ കൊണ്ട് എല്ലാം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ കിട്ടും. യെസ്, MASSന്റെ റെഫറൻസ് മെറ്റീരിയൽ ഇല്ല, പക്ഷേ ഷമീം ഇബ്രാഹിമിന്റെ ബുക്ക് കിട്ടുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞു വരുന്നത്. സോ എഴുതിയെടുത്തോളൂ. ഹൈറാർക്കി www.ignou.ac.in ഇഗ്നോയുടെ വെബ് അഡ്രസ്. igno.ac.in. അതിൽ ഹോം, ഡൗൺലോഡ്സ്,
ഈ ഗ്യാൻ ഘോഷ് മൂന്നാമത്തെ ലിങ്ക്, സെൻട്രലുള്ള ലിങ്ക്. ഹോം രണ്ടാമത് എന്ത് പറഞ്ഞു? വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതിന്റെ ഡൗൺലോഡ്. മൂന്നാമത്തത് ഈ ഇലക്ട്രോണിക്, ഗ്യാൻ, GYAN, അറിവ്, നോളജ്, ഗ്യാൻ. ഘോഷ്, KHOSH, ഘോഷ്, ഭണ്ഡാരം, ഉണ്ടിക, ട്രഷറി, യശക്കർ. നമ്മുടെ ഷേക്സ്പിയർ ഇംഗ്ലീഷ് ആണ് യശക്കർ. ഓക്കെ, ഭണ്ഡാരം, അറിവിന്റെ ഭണ്ഡാരം എന്നുള്ള ആ സംഗതിക്കകത്ത് ഈ പറഞ്ഞത് എല്ലാം ഉണ്ട്. പക്ഷെ പണ്ടാരടങ്ങാൻ ആരും, അതാണ് ഈ പണ്ടുള്ളവർ പറഞ്ഞത്, പണ്ടാരം അടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കാരണവന്മാർ പറഞ്ഞത് ശരിയാണ്. പണ്ടാരടങ്ങാൻ ഭണ്ഡാരം അടങ്ങി നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി, ദ വെയിൽ പ്രൊഫൗണ്ട് വിത്ത് ദ സൗണ്ട് എന്ന് സോളിറ്ററി റീപ്പറിനെ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ. ഓക്കെ, വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞല്ലോ, ദ വെയിൽ പ്രൊഫൗണ്ട്, ബിഹോൾഡ് ഹർ സിംഗിൾ ഇൻ ദ ഫീൽഡ് യോൺ സോളിറ്ററി ഹൈലാൻഡ് ലാസ്. ആ ഹൈലാൻഡിലെ പെൺകുട്ടിയുടെ ആ മധുരതമമായ ആ ഏകാഗിയുടെ പാട്ട് ഇങ്ങനെ കവിഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി തഴുകി ഇങ്ങനെ പോയതുപോലെ ഇവിടെ ഈ ഭണ്ഡാരം നിറഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഈ ഗ്യാൻ ഘോഷിന്റെ അകത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? ആദ്യം നിങ്ങളുടെ സ്കൂൾ അറിയണം. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്, സ്കൂൾ. അപ്പൊ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറിലാണോ, ഹ്യൂമാനിറ്റീസിലാണോ, സയൻസിലാണോ, സോഷ്യൽ സയൻസിലാണോ, മാനേജ്മെന്റിലാണോ, ഇന്റർ ഡിസിപ്ലിനറിയിലാണോ, സോഷ്യൽ വർക്കിലാണോ, ഏതിലാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ സ്കൂൾ അറിയണം. സ്കൂളിന്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ ഉടൻ ചോദിക്കും ലെവൽ. ഇത് എന്തുട്ടിന്റെ ലെവല്? അല്ല, നിങ്ങൾ PG അഥവാ മാസ്റ്റർ ലെവലാണോ, ബാച്ചിലർ ലെവലാണോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ലെവലാണോ, സർട്ടിഫിക്കറ്റ് ലെവലാണോ എന്ന് ചോദിക്കും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി അതിനുശേഷം നിങ്ങളുടെ പ്രോഗ്രാം ചോദിക്കും. അതിന് പ്രോഗ്രാം കോഡാണ് തരിക. ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ പോയി. MEG, MEC, ഒന്ന് എക്കണോമിക്സ് ആയി, ഒന്ന് ഇംഗ്ലീഷ് ആയി. ഓക്കെ, അത്രയുള്ള വ്യത്യാസം. MAPC, സൈക്കോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ. ഇപ്പോൾ ഞാൻ ഉത്തരം ഇനി പറയില്ലട്ടോ, നിങ്ങൾ കണ്ടെത്തണം. അതിനാണ് ആദ്യം ചോദിച്ചത്, പ്രോഗ്രാം ഗൈഡ് ഉണ്ടോ? പ്രോഗ്രാം നടത്താനുള്ള ഗൈഡാണത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? അത് ഈ ഗ്യാൻ ഘോഷിന്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, പ്രോഗ്രാം ഗൈഡ് കിട്ടും. അപ്പൊ ലെവൽ അറിയണം, പ്രോഗ്രാം അറിയണം, ഓരോ കോഴ്സ് അറിയണം. എന്നിട്ട് ഓരോ കോഴ്സിനും നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂണിറ്റ് വൈസ് ഡൗൺലോഡ് ചെയ്യരുത്, ബ്ലോക്ക് വൈസ് ഡൗൺലോഡ് ചെയ്യണം. ഒരു ബ്ലോക്കില് 5 ചാപ്റ്റർ 4 ചാപ്റ്റർ ഉണ്ടാവും. ഓരോന്നും ചെയ്യുമ്പോൾ ആകെ പ്രാന്തായിരിക്കും. എവിടെ നോക്കുമ്പോഴും 1 2 3 4 1 2 3 4 മൂന്നെണ്ണത്തിന് 1 2 3 4. ഓക്കെ, ആ നാലാമത് ചേർത്ത് അത് ഏത് 1 2 3 4 ആണ്, കൺഫ്യൂഷൻ വരും. ഓക്കെ, അതിനാണ് നിങ്ങൾ ബ്ലോക്ക് ലെവലില് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ചിലപ്പോ കോഴ്സ് കണ്ടന്റ് മുഴുവനും പ്രോഗ്രാം കണ്ടന്റ് മുഴുവനും സിപ്പായിട്ട് WinRAR സിപ്പായിട്ട് തന്നെ കിട്ടും. നമുക്ക് അങ്ങനെ ഒന്നിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്നിച്ച് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ഉള്ളവര് 2 മിനിറ്റ് ഒരു കോഴ്സിന്റെ മതി. എന്നിട്ടാണ് നിങ്ങൾ ഇഗ്നോയെ കുറ്റം പറയുന്നത്. ഇഗ്നോ ഞങ്ങൾക്ക് ബുക്ക് തന്നിട്ടില്ല, ഞങ്ങളുടെ കാശ് വാങ്ങിച്ചു, ഇഗ്നോ ബുക്ക് തന്നിട്ടില്ല. എത്ര പഴി പറഞ്ഞു. ഈ രാത്രി ഒരു ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് ശ്രീ കേരളവർമ്മ കോളേജിലോ അല്ലെങ്കിൽ നമുക്ക് മഹാരാജ കോളേജിലോ പോയിട്ട് ഒരു ബുക്ക് വേണം, ലൈബ്രറിയാ വാ എന്ന് എടുത്തതാന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടും, ഇഗ്നോയിൽ കിട്ടും. ബിക്കോസ് ദിസ് ഈസ് ഓപ്പൺ. അതിന്റെ മനോഹാരിത അറിയുന്നവർക്കേ അതിന്റെ അകത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ. ഇനി കഴിഞ്ഞ കൊല്ലത്തെ ക്ലാസ്സുകൾ വേണോ സാറേ? ക്ലാസ്സുകൾ പണ്ട് പറഞ്ഞിരുന്ന രീതികളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ എല്ലാവരും കൊച്ചിയിൽ കേന്ദ്രമാക്കിയിട്ട് ഒരു റൂം എടുത്ത് നിങ്ങളുടെ അടുത്തൊക്കെ ഒരു 500 രൂപ വാങ്ങിയിട്ട് ഉച്ചക്കുള്ള സദ്യയൊക്കെ ഒരുക്കി ആഷ് ബോഷായിട്ട് ഞാൻ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു മൈക്കും പിടിച്ചിട്ട് ഇതൊക്കെ പറയാം. ഒരു 20,000 രൂപ പൊടിഞ്ഞു കിട്ടും. എല്ലാവർക്കും കണ്ടേ എന്നുള്ള ഒരു ഹാപ്പിയും സെൽഫിയും കിട്ടി. അതൊക്കെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ഓരോരുത്തരും ഏത് കോലത്തിലാണ് ഉള്ളത്.
ഏതൊക്കെ കോലത്തില് വീട്ടില് തലങ്ങും വിലങ്ങും കാലിന്റെ മേലെ കാലും കയറ്റി അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എല്ലാ രൂപത്തിലും നമ്മൾ ഇരുന്ന് പഠിക്കാം. കൊറോണ ദേവി നമ്മൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു. ഇത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ്. വിദേശത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു യെസ് തരൂ. ഒരാളെങ്കിലും ഉണ്ടാവും. അന്യ സംസ്ഥാന ഉണ്ട്, ഷമീം ഉണ്ട്, വിദേശത്തുണ്ട്. അന്യ സംസ്ഥാനത്തുള്ളവരുണ്ടോ? കേരളത്തിലല്ലാത്തവർ ഉണ്ടാകും. ഉണ്ട്, യെസ്. ബാംഗ്ലൂർ, ഐശ്വര്യ മനോജ് ബാംഗ്ലൂർ, ഇതൊക്കെ അറിയാം. അപ്പോ ഏത് ഉഗാണ്ടയിൽ നിന്നാണെങ്കിലും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം അറിയാം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടി. ഇനി എന്റെ ഈ ക്ലാസ്സുകൾ കുറെ കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് വരുന്നത് പോലെ 5 കൊല്ലം മുമ്പ് MSc CFTയിൽ ഇരുന്ന് കരയുകയാണ് ജിഷ, എനിക്ക് ക്ലാസ് കിട്ടുന്നില്ല, എനിക്ക് ക്ലാസ് കിട്ടുന്നില്ല. മറ്റുള്ളവർ ചെയ്തോ ചെയ്തില്ലയോ അറിയില്ല. ഞാൻ കൊടുത്ത MCFT 4ന്റെ 5 ക്ലാസ്സും യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മരിച്ചാലും കിട്ടും. അതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഈ ഗ്യാൻ ഘോഷിലെ SLMലാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. അതെല്ലാം ഒന്ന് ഒരു ഡബിൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് SLM എന്ന് കൊടുത്തോളൂ. SLM എന്താണ് SLM? ഒരാൾ അതിന് എക്സ്പാൻഷൻ തരൂ. ഒരാൾ എക്സ്പാൻഷൻ തരൂ. SLM ഒരാൾ എക്സ്പാൻഷൻ തരൂ. SLM ആരെങ്കിലും ഒരാൾ എക്സ്പ്ലനേഷൻ തരൂ പ്ലീസ്. SLM എന്നാണ് അവിടെ കാണുക. അവിടെയാണ് നമ്മൾ പോയിട്ടാണ് പിന്നെ ഈ പറയുന്ന ഈ സാധനം കിട്ടുക. ലെവലൊക്കെ നോക്കുക അവിടെയാണ്. സെൽഫ് ലേണിംഗ് മെത്തേഡ് അല്ല, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. ഓക്കെ, അരമാർക്ക്. സെൽഫ് സ്റ്റഡി മെറ്റീരിയലും അല്ല, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, അതിനും അരമാർക്ക്. ഓക്കെ, SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? സെൽഫ് എന്ന് പറഞ്ഞാൽ എന്റെ അയൽവാസി അല്ല, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അത് എന്നോട് സംസാരിക്കുകയാണ്. അതാണ് അതിന്റെ ഭാഷ, അതിന്റെ ഭാഷണം, അതിന്റെ രീതി. നിങ്ങളത് കണ്ടില്ലേ, നിങ്ങളത് ചെയ്തില്ലേ, നിങ്ങളുടെ അത് എങ്ങനെയല്ലേ, നിങ്ങളുടെ ഭരണകർത്താക്കൾ ഇങ്ങനെയല്ലേ, നിങ്ങളുടെ അത് അങ്ങനെയല്ലേ, അങ്ങനെ നമ്മളോട് വർത്തമാനം പറയുന്നതാണ് നമ്മുടെ ബുക്ക് മുഴുവനും. അതാണ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതിന്റെ തൊട്ട് മുകളിലെ യൂട്യൂബ് ലിങ്ക് കാണും. യൂട്യൂബ് ലിങ്ക് 10 കൊല്ലത്തെ മുമ്പത്തെ ക്ലാസ്സുകൾ അതെല്ലാം ഞാൻ കഴിയുന്നത്ര ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ എന്റെ യൂട്യൂബുകളിലെ നോട്ട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറെ എണ്ണം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരുപാട് ഇട്ടിട്ടുണ്ട്, സൈക്കോളജിയുടെ ഇട്ടിട്ടുണ്ട്, മാനേജ്മെന്റിന്റെ ഇട്ടിട്ടുണ്ട്, എക്കണോമിക്സിന്റെ ഇട്ടിട്ടുണ്ട്. കുറെ എനിക്ക് ഇഷ്ടമുള്ള കുറെ സബ്ജക്റ്റിലെ ഇംഗ്ലീഷിന്റെ ഒക്കെ ഷേക്സ്പിയറിന്റെ ഒക്കെ ഒരുപാട് ഞാൻ എടുത്തതിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് കിട്ടും. ഇനി അതിന്റെ തൊട്ട് താഴെ സ്വയം പ്രഭ, നിങ്ങളെപ്പോലെ സ്വയം പ്രഭ, സ്വന്തമായിട്ട് പ്രഭ ചൊരിയുക, വെളിച്ചം വീശുക. സ്വയം പ്രഭ ചാനൽ എഴുതിയെടുത്തോളൂ. ആരൊക്കെയാണ് അതിലെ പാർട്ട്ണർമാർ, കോർഡിനേറ്റേഴ്സ്? IGNO, UGC, NIT, NIOS, NCET, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, AICTE, എഞ്ചിനീയർമാരെ വാർത്തയുടെ ഉണ്ടാക്കുന്ന ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇവയെല്ലാമാണ് ഇതിന്റെ കോർഡിനേറ്റർമാർ, പാർട്ട്ണർമാർ. അതിൽ 4 ചാനൽ നമ്മുടെ ചാനലാണ്, സ്വയംപ്രഭ. ആ സ്വയംപ്രഭ ചാനൽ ഇതിന്റെ അകത്തും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ളതാണ്. അത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ഒന്നുമില്ല. എല്ലാം അതിന്റെ അകത്തുണ്ട്. ഇല്ലാത്തത് സമയവും ശ്രദ്ധിക്കാനുള്ള മനസ്സും. ആ ശ്രദ്ധിക്കാനുള്ള മനസ്സാണ് നിങ്ങൾ ഇവിടെ കൃത്യമായി കാണിക്കേണ്ടത്. അപ്പോൾ സെഷൻസ് ഏതാണെന്ന് പറഞ്ഞു, ബുക്കുകൾ എവിടെ കിട്ടുമെന്ന് പറഞ്ഞു, ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇനി ആ ഒരു കാര്യത്തിന് ഒരു ഐഡിയ പറയാനുള്ളത്, ഇതിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവര് യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യോ. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അഡ്മിഷൻ എടുത്തവരുണ്ട്, ഇപ്പോൾ എടുത്തവരുണ്ട്, മുമ്പെടുത്തവരുണ്ട്. ഓക്കെ, അപ്പൊ മുമ്പെടുത്തവർ 2024 ജാനുവരിക്കും അതിന് മുമ്പുള്ളവർ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ.
ജാനുവരി 2024 അതിന് മുമ്പ് നിങ്ങൾക്ക് ചുരുങ്ങിയത് 5 ഇമെയിൽ വന്നിട്ടുണ്ടാകും. 5 ഇമെയിൽ വന്നിട്ടുണ്ടാകും. അതിന്റെ ഇടയ്ക്ക് എന്റെ ഇമെയിൽ കുറെ വന്നിട്ടുണ്ടാവും. പിന്നെ തട്ടിപ്പുകാരുടെ ഇമെയിൽ കുറെ വന്നിട്ടുണ്ടാവും. എന്റെ ഇമെയിലിൽ കൃത്യമായിട്ട് പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് KM മുഹമ്മദ് മുബാറക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മറ്റത് സ്വയമേ തന്നെ ഞാൻ ഡിംപിൾ ജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവർക്കും ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് മലയാളത്തിലൊക്കെ ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അഡ്മിഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇതാ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് വന്നു. ഫേസ്ബുക്ക് തുറന്നാൽ ഫുള്ളി സ്പോൺസേഴ്സിന്റെ 5 കളിയാണ്. നിങ്ങൾക്ക് അസൈൻമെന്റ് കള്ള വ്യഭിചാരമാണ് അവിടെ നടക്കുന്നത് പൂർണ്ണമായും. എന്താണ് 40 രൂപക്ക് അസൈൻമെന്റ്? വിഡ്ഢികളൊന്നുമല്ല അധ്യാപകർ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ വെറുതെ ഇരിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അസൈൻമെന്റ് അയച്ചു കൊടുക്കാം. വെറും 3000 രൂപ അയച്ചാൽ മതി. ഞങ്ങളൊക്കെ ഭയങ്കര ബിസി ഉള്ളവരല്ലേ, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടട്ടെ. അത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ വെബി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിന്റെ ഫലം അനുഭവിക്കുക. അതൊന്നും നിൽക്കില്ല. ക്യാൻസർ വന്നും മറ്റു രോഗങ്ങൾ വന്ന് നമ്മൾ ഒന്നുമില്ലാതായി പോകും. പഠിതാവിനെ പഠന പ്രവർത്തനത്തിലൂടെ ടെക്സ്റ്റ് മെറ്റീരിയലിലൂടെ കടത്തിവിടാനുള്ള അതിഗംഭീരമായ ഒരു തന്ത്രമാണ് അസൈൻമെന്റ്. 1 കൊല്ലം മുമ്പേ അസൈൻമെന്റ് തന്നിട്ട്, ചോദ്യങ്ങൾ തന്നിട്ട് അത് എഴുതൂ എന്ന് പറയുന്നു. അത് എഴുതാൻ നമ്മൾ ഇത്തരത്തിലുള്ള മണ്ടന്മാരുടെ അടുത്ത് 3000 രൂപ 5000 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്ന ഒരു ഗതികേട്. എന്നിട്ട് എല്ലാം ഒരേപോലെ അവൻ എങ്ങനെ തരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയോ? എല്ലാം ഒരേപോലെയാണ് അവൻ നമ്മളുടെ മുമ്പിലേക്ക് തരുന്നത്. വളരെ വളരെ പ്രയാസകരമാണ്. പക്ഷെ അസൈൻമെന്റുകൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ മനസ്സിൽ നിൽക്കും. നോക്കൂ, എത്ര കൊല്ലം മുമ്പ് പഠിച്ചതാണ് ഈ വെയിൽ പ്രൊഫൗണ്ട് വിത്ത് ദ സൗണ്ട്. ഓക്കെ, അത് ഇപ്പോൾ ഒഴുകി വരുന്നു. അതാണ് പഠനം എന്ന് പറഞ്ഞത്. പിന്നെ ചൊല്ലാം വസന്ത തിലകം തപജം ജഗംഗം, പണ്ട് പഠിച്ച മലയാളത്തിലെ അലങ്കാരങ്ങളെല്ലാം ഉൾപ്രേക്ഷാഖ്യാലങ്കൃതി അല്ലേ, അതൊക്കെ പണ്ട് ഉരുവിട്ട് പഠിച്ചതിന്റെ ആ ഒരു പ്രത്യേകത ഇപ്പോഴും നമുക്ക് ഈ മൃത പ്രായത്തിലും നമുക്കത് ഓർമ്മയായിട്ട് വരുന്നത്. നേരത്തെ ഞാൻ ഇങ്ങേരെ പറഞ്ഞു, മദ്രാസിൽ പോയിട്ടാണ്. പിന്നെ ഇതിൽ പറയുന്ന ഇന്ദുലേഖയെ പറ്റി 2ാമത്തെ അധ്യായത്തിൽ ഇന്ദുലേഖയെ വർണ്ണിക്കുന്നത് കരിങ്കുവളയങ്ങൾക്ക് ദാസ്യം കൊടുത്ത നേത്രങ്ങൾ എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മളുടെ ഓർമ്മകളിലുള്ള ഒരു രസങ്ങളാണ്. പഠനത്തിലൂടെ നമുക്ക് ഇതൊക്കെ കിട്ടുമെന്ന്. തലയ്ക്ക് പ്രാന്തം പിടിക്കും, അത് വേറെ ഒരു വിഷയം. ഗുളിക അത്യാവശ്യം ഒരു ദിവസം 5 ഗുളികയൊക്കെ കഴിക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ നിർബന്ധമാണ്. അതൊക്കെ നമ്മൾ സഹിക്കുക. അപ്പൊ പറഞ്ഞു വരുന്നത്, ഒന്ന്, നിങ്ങൾ ആദ്യമേ അഡ്മിഷൻ എടുത്ത ഉടനെ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉള്ള ഒരു അസൈൻമെന്റ് വരും. ഒരു ഇമെയിൽ വരും. അപ്പോ ഇമെയിൽ നമ്പർ 1 യൂസർ നെയിം പാസ്വേഡ്. ഇമെയിൽ നമ്പർ 2 ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ, കൺഗ്രാറ്റുലേഷൻ, യു ആർ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ് എൻറോൾമെന്റ് ഉള്ള ഒരു ഇതും വന്നിട്ടുണ്ടാകും. 3ാമത്തത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും കൂടി വരും, നമുക്ക് ഇന്ന ദിവസം ഇവിടെ വച്ച് പരിചയപ്പെടുത്തൽ കർമ്മം നടത്താം എന്ന് പറഞ്ഞ് അറിയിക്കുന്ന ഇൻഡക്ഷൻ മീറ്റിംഗിന്റെ ഒരു മെയിൽ വരും. ആ ഇൻഡക്ഷൻ മീറ്റിംഗിന്റെ മെയിൽ ഇനി ഞാൻ തരുന്ന മെയിലിലേക്ക് എല്ലാവരും ഒന്ന് ഫോർവേഡ് ചെയ്യുക. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. 65kmm@gmail.com 65kmm@gmail.com. ഞാൻ തലതിരിഞ്ഞവനാണ്. KMMM65@gmail.com. 2 ഇമെയിലും എന്റെ സജീവമായിട്ടുള്ള ഇമെയിലാണ്. 65kmm@gmail.com, KMMM65@gmail.com. ഇതിലേക്ക് താങ്കൾ അതിൽ അയക്കണം. എന്താണ്? ഇൻഡക്ഷൻ മീറ്റിംഗിന്റെ അറിയിപ്പ് വന്നാൽ, ഇപ്പൊ വന്നിട്ടുള്ളവർ അയക്കുക, ഇനി വരാനുള്ളവർ അയക്കുക. അതിന്റെ അകത്തിൽ നിന്ന് 10-15 സംഗതികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയതിന്റെ റെസ്പോൺസ് ഞാൻ അങ്ങോട്ട്. ഇഫ് ദർ ഈസ് എ സ്റ്റിമുലസ് ദർ വിൽ ബി ദ റെസ്പോൺസ്. എവിടെയാണോ സ്റ്റിമുലസ് ഉള്ളത് അവിടെ റെസ്പോൺസ് ഉണ്ടായിരിക്കും. സ്റ്റിമുലസ് ഇല്ലെങ്കിൽ ഒരു റെസ്പോൺസും ഉണ്ടാവില്ല.
അപ്പോ സ്വാഭാവികമായും ഈ പറഞ്ഞത് നമ്മളത് ചെയ്യുക. ഇമെയില് ഈ ഉള്ളതിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയും. അതിന് നേരെ നിങ്ങൾ ഇങ്ങനെ അയക്കരുത്, അല്ലെങ്കിൽ ഇതിനെ കോപ്പി എടുത്തിട്ട് നിങ്ങൾ അയക്കരുത്. നിങ്ങൾ ഫോർവേഡ് ആണ് ചെയ്യേണ്ടത്. ഫോർവേഡ് ചെയ്യണം. ഓക്കെ, ഈ 2 മെയിലിലേക്ക് ഫോർവേഡ് ചെയ്താൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കുറെ സംഗതികൾ എനിക്ക് അതിൽ പറഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഈ പറഞ്ഞത് ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതാണ്. ഇത് അഡ്മിഷൻ എടുത്തവരെ ഇഗ്നോ എന്താണ്, ഇഗ്നോയുടെ മോഡസ് ഓപ്പറാൻഡി എന്താണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ വരെ ക്ലാസ് വരെ നിങ്ങളെ തയ്യാറാക്കുന്ന സംഭവം. ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രെഡിറ്റ് എന്താണ് എന്നുള്ളത്, പറഞ്ഞല്ലോ. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞോ നമ്മൾ? വാട്ട് ഈസ് 1 ക്രെഡിറ്റ്? 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours. ഇപ്പൊ എല്ലാം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ്. ചോയ്സ് ആണ്, നമുക്കാണ് ചോയ്സ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്രെഡിറ്റ് സിസ്റ്റമാണ്. 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours. 30 മണിക്കൂർ. ഏത് നേരവും വായന, പണ്ടാരടങ്ങാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ല. വായന, എഴുത്ത്, അസൈൻമെന്റ്, യൂട്യൂബ് നോക്കൽ, ഡൗൺലോഡ് ചെയ്യൽ, എം നോട്ട്സ് വാച്ച് ചെയ്യൽ. ഞാൻ അഭിമാനപൂർവ്വം പറയും, എം നോട്ട്സ് വാച്ച് ചെയ്യൽ, എം നോട്ട്സിലെ ടെലഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യൽ, വാട്സപ്പ് ചാനലിൽ ഡിസ്കസ് ചെയ്യൽ, എം നോട്ട്സിലെ യൂട്യൂബുകളെ നിങ്ങൾ ഡിസ്കസ് ചെയ്യൽ. അതെല്ലാം പഠന പ്രവർത്തനമാണ്, തമാശ പറയുന്നില്ല. പക്ഷെ ഞാൻ വലിച്ച് നീട്ടിയാണ് പറയുക. കാരണം എന്താണെന്നറിയോ? നാളെ നിങ്ങൾ നീളാതിരിക്കാൻ, നാളെ ആരുടെയെങ്കിലും മുമ്പിൽ പോയി കുനിയാതിരിക്കാൻ. ഇയാൾക്ക് ഇതിന്ന് വേഗത്തിൽ പറഞ്ഞുള്ള എത്ര കമന്റ് എന്റെ വീഡിയോയുടെ ചുവട്ടിൽ തെറി കമന്റുകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഇയാൾക്ക് എന്താ പ്രാന്താണോ ഇങ്ങനെ നീട്ടി വലിച്ചു പറയുന്നത്? അയാൾക്ക് കുറച്ച് ഗുളിക കൊടുക്കൂ, അയാൾക്കൊന്ന് പ്രഷർ കയറ്റൂ, പമ്പടിച്ചു കൊടുക്കൂ എന്നൊക്കെ പറയും വേഗത്തിൽ പറയാനേ. ആ പറഞ്ഞവരോടൊക്കെ *3 നീ കണ്ടോ, നീ കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി, സ്ലോ ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇഗ്നോയിലെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഗതി കിട്ടാതെ വന്നിട്ടുള്ള പച്ച പാവങ്ങളാണ്, ഒരു സംശയമില്ല. അതിന്റെ ഉള്ളിലേക്ക് വന്നാൽ എനിക്കറിയാം അത് എന്താണ് എന്ന്. പക്ഷെ എല്ലാം നമുക്ക് പറയുമ്പോൾ നമ്മൾ ആനയാണ്, ചേനയാണ്, തൃശ്ശൂർ പൂരത്തിന്റെ പകുതിയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. നമ്മൾ അങ്ങനെയാണ്, കാരണം നമുക്ക് ആവശ്യമുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്, ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറെ സംഗതികൾ നമ്മളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല എന്നുള്ള പരാതികളൊക്കെ ഒഴിവാക്കുക. ഇതിന് ഗ്രൂപ്പില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി 10-40 ഗ്രൂപ്പ് ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ തരുന്ന എല്ലാ മെസ്സേജിലും വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്, ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. പോയിന്റ് നമ്പർ 1 മുതൽ 7 വരെ കുറെ സംഗതികളുണ്ട്. എന്തിനാ ഇയാൾ ഇങ്ങനെ വാരി വലിച്ച് അയച്ചു തരുന്നത് എന്നല്ലേ? ഒന്ന് ക്ലിക്ക് ചെയ്തൂടെ? ആ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ചാനലാ കിട്ടുന്നത്. ആ ചാനലിനകത്ത്, ടെലഗ്രാം ചാനലിന്റെ പ്രത്യേകത എന്താ? ആ ചാനൽ തുടങ്ങിയത് മുതൽ ഇതുവരെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെന്റും അതിൽ കിട്ടും. അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളത് എല്ലാം, ഒന്നും ഡിലീറ്റ് ആയി പോവില്ല. പക്ഷെ ലോഡ് കുന്നുകൂടി കിടക്കുന്നത് കൊണ്ട് ഞാനിപ്പോ മുമ്പ് 14 ദിവസത്തെ ലോഡ് ഓട്ടോ ഡിലീറ്റ് ആണ് വച്ചിരുന്നത്. ഇപ്പൊ ഞാനത് 7 ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം 10,000 സ്റ്റുഡൻസ് ആണ്. എണ്ണിയപ്പോ 117 ബ്രോഡ്കാസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഒരു ബ്രോഡ്കാസ്റ്റിൽ എത്ര മെമ്പേഴ്സ് ആണ് ആഡ് ചെയ്യാൻ പറ്റുക ശ്രീ സൂര്യ? സർ 256. ഒരു ബ്രോഡ്കാസ്റ്റ് 256. അപ്പോ 100 കണക്കിലെ ബ്രോഡ്കാസ്റ്റുകൾ. അപ്പൊ ഏകദേശം 25,000 പേർക്ക് ഒരു ദിവസം തന്നെ ഞാൻ മെസ്സേജുകൾ വിടുന്നുണ്ട്, പുതിയത്. അത് വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 100 എണ്ണത്തിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ അതിനു വേണ്ടിയാണ് സമയം. അത് അതിന്റെ ഒരു രീതിയാണ്, എല്ലാവർക്കും അത് കിട്ടും. അപ്പൊ നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്യൂ. എന്തിനാ മാഷ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? സാർ എന്നെ ബ്ലോക്ക് ചെയ്യൂ. തിരിച്ച് എനിക്കും അതാണ് ചോദിക്കാനുള്ളത്. എന്തിനാണ് എന്നെ വച്ചിരിക്കുന്നത്? എന്നെ ബ്ലോക്ക് ചെയ്യൂ. അത് നിങ്ങൾക്ക് ചെയ്യാലോ. ഓക്കെ, ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിളിന്റെ ആളാണ് ഞാൻ. എന്റെ മുമ്പിൽ എന്റെ ഫോണിൽ ഇയാളുടെ നമ്പർ ഉണ്ട്, ഞാൻ അത് സേവ് ചെയ്ത് വെച്ചു. ഇനി അത് വേണ്ട എങ്കിൽ ഇയാൾ ബ്ലോക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല, ഞാൻ അയച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ തന്ത്രം.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല, ഗ്രൂപ്പ് കിട്ടിയില്ല എന്നൊന്നും ആരും ഇതാക്കണം. ഹൗ ക്യാൻ സ്റ്റഡി എന്നാണ് ഒരു സുഹൃത്ത് ചോദിച്ചത്. ഇങ്ങനെയൊക്കെയാണ് മക്കളെ പഠിക്കേണ്ടത്. ഇതിനു വേണ്ടി ആകാശത്തിൽ നിന്ന് ആരും വന്ന് നമ്മോട് ഒന്നും പറയില്ല. ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. MSc സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. നമ്മൾ പഠിക്കണം. നമുക്കുള്ളത് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡ്മിഷൻ എടുത്ത ഉടനെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിനെ ഡിസ്കസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലെ കീഴിൽ എല്ലാ സംസ്ഥാനത്തും 3 or 4 RCകൾ ഉണ്ട്, റീജിയണൽ സെന്റർ. അപ്പൊ RC എഴുതുക, RC റീജിയണൽ സെന്റർ. RC ഡയറക്ടർ RD. റീജിയണൽ ഡയറക്ടർ ആരാണ് എന്നറിയണം. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എനിക്കറിയാം, അവരുടെ എല്ലാം എനിക്കറിയാം, പക്ഷെ ഞാൻ തരൂല. അപ്പൊ RD ആരാണ് എന്നറിയണം. ARD മാർ, അസിസ്റ്റന്റ് റീജിയണൽ ഡയറക്ടേഴ്സ് അറിയണം. നിങ്ങൾക്ക് സ്വാധീനമുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ, അറ്റ്ലീസ്റ്റ് വിളിക്കാത്ത അവരുടെ എടുക്കാത്ത അവരുടെ ലാൻഡ് നമ്പർ, ഇമെയിൽ അഡ്രസ് അത് എടുക്കുന്നതാണ്. അത് അവരുടെ കഞ്ഞിയാണ്. അല്ലെങ്കിൽ അവരില്ല, നമ്മളില്ലെങ്കിൽ അവരില്ല. അപ്പോൾ റീജിയണൽ സെന്ററിന്റെ ഇമെയിൽ ID, റീജിയണൽ സെന്ററുടെ പോസ്റ്റൽ അഡ്രസ്, അത്രയും അറിഞ്ഞിരിക്കണം. ആ റീജിയണൽ സെന്ററിന്റെ കീഴിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റഡി സെന്റേഴ്സ്, ആ സ്റ്റഡി സെന്റേഴ്സ് പറയുന്നതിന് മുമ്പ് 2 നമ്പറിന്റെ കാര്യം പറയണം. നിങ്ങൾക്ക് ആദ്യം അഡ്മിഷൻ എടുത്തപ്പോൾ എസ്സിൽ അവസാനിക്കുന്ന ഒരു ബ്ലോക്ക് ലെറ്ററിലുള്ള, പണ്ടൊക്കെ വെണ്ടക്കാക്ഷരം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ വെണ്ടക്കയേക്കാൾ വലിയ ബ്ലോക്കുകൾ, ബോൾഡ് ലെറ്റേഴ്സ് ഉള്ളത് കൊണ്ട് വെണ്ടക്കാക്ഷരം കുമ്പളങ്ങാക്ഷരമായി മാറി. ഇപ്പൊ നമ്മൾ അതിനെ ബോൾഡ് ലെറ്റർ എന്നാണ് പറയുക, അല്ലെങ്കിൽ ബ്ലോക്ക് ലെറ്റർ എന്നാണ് പറയുക. അതിനെ കൺട്രോൾ നമ്പർ, നിങ്ങളെ നിയന്ത്രിക്കുകയാണ്. നിങ്ങളെ എന്തെങ്ങനെയെങ്കിലും നിയന്ത്രിക്കണ്ടേ, അതാണ് അതിന് കൺട്രോൾ നമ്പർ എന്നാണ് പറയുക. കൺട്രോൾ നമ്പർ, എസ്സിൽ അവസാനിക്കുന്ന ഏറ്റവും മുകളിലുള്ള നമ്പർ, കൺട്രോൾ നമ്പർ. അഡ്മിഷൻ കൺഫേം ആവുന്നത് വരെ കൺട്രോൾ നമ്പറിലാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുക. അഡ്മിഷൻ നമ്പർ, നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയാൽ നിങ്ങൾക്ക് ഒരു റോൾ പട്ടിക, ആ പട്ടികയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും, എൻറോൾ ചെയ്യും. ആ എൻറോൾ ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് എൻറോൾമെന്റ്. പട്ടികപ്പെടുത്തുക, പട്ടികയിൽ ഉള്ളടക്കം ചെയ്യുക. അങ്ങനെ പട്ടികയിൽ ഉള്ളടക്കം ചെയ്താൽ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടി. അതാണ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ. 4 സിലബിൾ, എൻറോൾമെന്റ് നമ്പർ, എൻറോൾമെന്റ് നമ്പർ. ആ എൻറോൾമെന്റ് നമ്പർ 10 അക്കമാണ് ഇപ്പോൾ ഉള്ളത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ 9 അക്കമായിരുന്നു. ഇപ്പോൾ അത് 2ൽ തുടങ്ങും. ആദ്യത്തെ 4 അക്കം പറഞ്ഞാൽ നിങ്ങൾ ഏത് ബാച്ചിലുള്ളവരാണ് എന്ന് എന്നെ പോലുള്ളവർ മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവും. ഇപ്പോൾ വരുന്നതെല്ലാം 235 എന്ന് തുടങ്ങും. 245 എന്ന് തുടങ്ങും. ഇതിൽ പലരുടെയും 2400 എന്നാണ് നമ്പർ, എൻറോൾമെന്റ് നമ്പർ. ആദ്യത്തെ 4 അക്കം നിങ്ങൾ ഓർത്തിരിക്കണം. മൊബൈൽ നമ്പർ 10 അക്കം ഓർക്കുന്ന പോലെ എൻറോൾമെന്റ് നമ്പർ ഓർത്ത് വെക്കണം. ഞാൻ പറയാം, 145 961 181 എന്റെ എൻറോൾമെന്റ് നമ്പർ, MSc CFTയുടെ. ഓക്കെ, അപ്പോ ആദ്യത്തെ 4 അക്കം 2005 എന്ന് പറഞ്ഞാൽ ജൂലൈ 2020 ആൾ എന്നാണ് അർത്ഥം. 24,004 എന്ന് പറഞ്ഞാൽ ജൂലൈ 2024 കുട്ടി എന്നാണ് അർത്ഥം. ജനുവരി ബാച്ച് കുറഞ്ഞായിരിക്കും ഉണ്ടാവുക അഡ്മിഷൻ. അത് 00, ഈ 3ാമത്തെയും 4ാമത്തെയും അക്കമാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ 2 അക്കം 24, ഇക്കൊല്ലം മുഴുവൻ 24. അടുത്ത കൊല്ലം ആദ്യത്തെ അക്കങ്ങൾ 25. കഴിഞ്ഞ കൊല്ലം ആദ്യത്തെ അക്കം 23. ഫിക്സഡ്. അപ്പൊ 24. 00 ജനുവരിയെ സൂചിപ്പിക്കും, 01 ജനുവരിയെ സൂചിപ്പിക്കും, 02 ജനുവരി സെഷനെ സൂചിപ്പിക്കും. അതുവരെ ജനുവരി സെഷനാണ്.
03 ഉണ്ടാവില്ല, 04, 05, 06, 07, 08, 09, 10, 11 എന്നൊക്കെ പറഞ്ഞ്, അത് നിങ്ങളുടെ സഹകരണം അനുസരിച്ച്, നിങ്ങളുടെ ലെവൽ അനുസരിച്ച്, എൻറോൾമെന്റ് കപ്പാസിറ്റി അനുസരിച്ച് രണ്ടാമത്തെ അക്കം കഴിഞ്ഞ് 05 മുതൽ 05, 06, 07, 08 അതൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉള്ള ജൂലൈ ബാച്ചിന്റെ എൻറോൾമെന്റ് നമ്പർ. കിട്ടിയവർ അവരുടെ ആദ്യത്തെ 4 അക്കം ഒന്ന് ടൈപ്പ് ചെയ്യോ. ഇപ്പോൾ ജൂലൈയിൽ അഡ്മിഷൻ എടുത്തവരുടെ എൻറോൾമെന്റ്, സത്യത്തിൽ അഡ്മിഷന്റെ ആദ്യത്തെ ഫേസ് വന്നിട്ടേ ഉള്ളൂ. ഇനിയും 1 മാസം അഡ്മിഷൻ പ്രക്രിയ നടക്കുന്നു. ആ അഡ്മിഷൻ പ്രക്രിയ നടക്കുമ്പോൾ ഇവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഇൻഡക്ഷൻ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഇൻഡക്ഷൻ പ്രോഗ്രാം. ഇത് അവർ വന്ന് പറയും, അത്രേ ഉള്ളൂ. അവരുടെ ചെലവിൽ, ഇത് എന്റെ ചെലവിൽ, അത്രേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ ചെലവിൽ എന്ന് പോലും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ ഞാൻ ഇതിന് വാങ്ങിച്ചിട്ടില്ല. സ്നേഹം മാത്രമേ ഇതിന് വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. അപ്പൊ ആരെങ്കിലും എൻറോൾമെന്റ് നമ്പർ ആരും കുറിച്ചിട്ടില്ല? ആരും ഇതിലെ എൻറോൾമെന്റ് നമ്പർ കുറിച്ചിട്ടില്ല. അപ്പൊ ആർക്കും കിട്ടിയിട്ടില്ലേ? എൻറോൾമെന്റ് നമ്പർ അറിയില്ല എങ്കിൽ ഇനിയെങ്കിലും അത് നോക്കണം. ഓക്കെ, അപ്പൊ എൻറോൾമെന്റ് നമ്പർ കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇനി നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചില സംഗതികൾ പോകുന്നു. അതാണ് നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ സംഗതി. എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 അവേഴ്സ്. നിങ്ങൾക്ക് ആ അപ്ലിക്കേഷൻ ഫോം തന്നപ്പോ റീജിയണൽ സെന്ററിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ സ്റ്റഡി സെന്ററിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റഡി സെന്ററിലെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ, അതിനെ LSC എന്നാണ് പറയുക. ലേണർ സപ്പോർട്ട് സെന്റർ, LSC, ലേണർ സപ്പോർട്ട് സെന്റർ. ആ ലേണർ സപ്പോർട്ട് സെന്ററിന്റെ കോഡ് അറിയണം, ലേണർ സപ്പോർട്ട് സെന്ററിന്റെ അഡ്രസ് അറിയണം, ലേണർ സപ്പോർട്ട് സെന്ററിന്റെ കോർഡിനേറ്റർ ആരാണ് എന്നറിയണം, കോർഡിനേറ്ററുടെ മൊബൈൽ നമ്പർ ചോദിച്ച് വാങ്ങണം നിർബന്ധമായും, ഇമെയിൽ അഡ്രസ്സും അറിയണം. അപ്പൊ സ്റ്റഡി സെന്ററിന്റെ കാര്യങ്ങൾ കിട്ടി. അഡ്രസ്, ഇമെയിൽ അഡ്രസ്, കോർഡിനേറ്റർ എല്ലാവരും. ആ കോർഡിനേറ്ററിനെ സഹായിക്കാൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാർ ഉണ്ടാവും. പിന്നെ തൂപ്പുകാരടക്കം അവിടെ സഹായികൾ ഒരുപാട് പേരുണ്ടാവും. പഠന പ്രക്രിയയിൽ നിങ്ങൾക്ക് സഹായം തരുന്നത് അധ്യാപകരനെ പ്രൊഫസർ എന്നോ ലെക്ചറർ എന്നോ ടീച്ചർ എന്നോ അല്ല, അക്കാഡമിക് മാറ്ററിലെ കൗൺസിലിംഗ് തരുന്ന ആളാണ് AC അഥവാ അക്കാഡമിക് കൗൺസിലർ ആണ്. അക്കാഡമിക് കൗൺസിലർ. അപ്പൊ നിങ്ങൾക്ക് 5 വിഷയമുണ്ട്, 8 വിഷയമുണ്ട്, 12 വിഷയമുണ്ട്. അത്രയും വിഷയങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലർമാരുണ്ടാവും. ആ അക്കാഡമിക് കൗൺസിലർമാരുടെ പേര് അറിയണം, അക്കാഡമിക് കൗൺസിലർമാരുടെ മൊബൈൽ നമ്പർ അറിയണം. പക്ഷെ ആരും തരൂല. മുബാറക്ക് ഭാഷ തരും, ഇഷ്ടം പോലെ കൊടുക്കും. അക്കാഡമിക് കൗൺസിലർ, അവരുടെ മൊബൈൽ നമ്പർ, പറ്റുകയാണെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്, അവരുമായിട്ടാണ് നമ്മൾ നിരന്തരം ബന്ധപ്പെടേണ്ടത്. അതിനുള്ള ഫീസൊക്കെ ഇഗ്നോ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കുന്നുണ്ട് നിയമത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് സ്റ്റഡി സെന്ററിൽ പോയാൽ പരാതി. ഓക്കെ, അതൊക്കെ അതിന്റെ കാണാപ്പുറം. എന്നിട്ടും അവർ ത്യാഗങ്ങൾ സഹിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ഗ്രൂപ്പുകളിലെ പലരും ചർച്ച, ഇഗ്നോ മനഃപൂർവം നമ്മളുടെ മാർക്കുകളെല്ലാം കുറയ്ക്കുകയാണ്, നമ്മൾ എത്ര എഴുതിയാലും നമുക്ക് തരുന്നില്ല. ഓക്കെ, ഇത് പടച്ചുവിടുന്നത് ആരാണെന്നറിയാമോ? ഉത്തരേന്ത്യൻ ലോബിയാണ്. അവരുടെ ബിസിനസ്സാണ് ആ പറഞ്ഞുണ്ടാക്കുന്നത്. അവര് വല്ല നക്കാപ്പിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എങ്ങനെ? ഈ 8 പേപ്പർ പഠിക്കുന്ന ഒരു കുട്ടിയുടെ 8 പേപ്പറിന്, ഞാനിപ്പോ പറഞ്ഞല്ലോ 8 അധ്യാപകർ എന്ന്, ഈ 8 അധ്യാപകരും ഓരോ ദിവസവും കൂടിയിട്ട് പരീക്ഷയുടെ റിസൾട്ടിൽ ആ കുട്ടിയുടെ മാർക്ക് ഇത്രയുണ്ട്, നമുക്ക് ആ കുട്ടീനെ പറ്റിച്ചാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മാർക്കുകൾ കുറയ്ക്കുകയാണോ? അവരുടെ മാർക്കുകൾ അവരവരുടെ കുടുംബത്തിലെ പണികളില്ലേ, ആ മാർക്കുകൾ ഡിസ്കസ് ചെയ്യലാണോ പണി? നമ്മുടെ എഴുത്തിന്റെ ഗൗരവമാണത്. അപ്പൊ നമ്മൾ നന്നായി എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. ഒന്നും എഴുതിയില്ലേ ഒന്നും കിട്ടില്ല, 0 കിട്ടും, നല്ല ടോപ്പ് മാർക്കും കിട്ടും. 100-ന് 100 കിട്ടിയിട്ടുണ്ട്.
വളരെ നല്ല മാർക്കുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് എല്ലാം കിട്ടുക. അല്ലാതെ പരീക്ഷ എഴുതിയ ഉടനെ എല്ലാവരുടെ റിസൾട്ട് ഇഗ്നോയ്ക്ക് 750 രൂപ റീവാലുവേഷന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ കള്ളനാണയങ്ങൾ ഉണ്ട് കേട്ടോ എവിടെയും. ഇപ്പൊ നീറ്റിന്റെ NTA എന്താ സംഭവിച്ചത്? റീജിയണൽ ഡയറക്ടറിന്റെ ജോലി പോയില്ലേ? ഉത്തരവാദി ആരാ? അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പാക്ക് ചെയ്യുന്ന ഒരുത്തനായിരിക്കും. അറിയാതെ ഒരു മൊബൈലിലെ ഒരു ഫോട്ടോ പാക്ക് ചെയ്യുന്നതിന്റെ ആരെങ്കിലും പാക്ക് ചെയ്യൂലേ? സ്റ്റഡി സെന്ററിലേക്ക് അയച്ചു കൊടുത്ത പാക്ക് ചെയ്യില്ലേ? ആ പാക്ക് ചെയ്യാതെ ഉള്ള സമയത്ത് CCTV ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോയിട്ട് ഓരോ ഫോട്ടോ എടുക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയില്ലേ? അങ്ങനെ ലീക്കാവൂലേ? അതാണ് ഈ സംഭവിച്ചത്. ആ ലീക്കാവുന്നവൻ 5 ലക്ഷം രൂപ, അവന് പിന്നീട് 50 ലക്ഷം രൂപ ക്യാൻസർ സെന്റേഴ്സ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ നിലവിലെ അവസ്ഥകൾ. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന സംഗതികൾ. അല്ലാതെ 750 രൂപ ഈ പാവപ്പെട്ട കുട്ടികളുടെ ഫീസ് വാങ്ങിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. കീടങ്ങളുണ്ട്. റീജിയണൽ സെന്റർ കൊച്ചിയില് PhD ഇല്ലാത്ത സൈക്കോളജിസ്റ്റുകൾ, ഞാൻ ഡോക്ടറാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പച്ചയായിട്ടാണ് പറയുന്നത്. റീജിയണൽ സെന്റർ കൊച്ചിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ PhD ഇല്ലാത്ത ആളുകൾ ഞാൻ ഡോക്ടറാണ് എന്ന് പറയുന്നവരുണ്ട്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അപ്പൊ കള്ളനാണയങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ഞാൻ പച്ചയായി പറഞ്ഞല്ലോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ വയസ്സന്മാരെ റിട്ടയർ ചെയ്തവർക്ക് 15,000 രൂപ കൊടുത്താൽ മതി. ഒരു PSC കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരണമെങ്കിൽ 80,000 രൂപയാണ് മിനിമം ശമ്പളം. 80,000 രൂപയാണ് മിനിമം ശമ്പളം. അങ്ങനെ 10 കിഴവന്മാരെ വെച്ചാല് യൂണിവേഴ്സിറ്റി ഭംഗിയായിട്ട് നടക്കും. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഫണ്ടില്ല. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ അസൈൻമെന്റ് തിരിച്ചു വാങ്ങുന്ന കാര്യം, ഇടയ്ക്ക് ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോയാൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്നെ. കുറെ നമ്മൾ ഒന്നും വെറുതെ ഇരിക്കുന്നില്ലല്ലോ. അങ്ങനെ പോയി അടുത്തതിലേക്ക് ചാടി പോവുകയാണ്. അപ്പൊ അസൈൻമെന്റ് മാന്യമായി നമ്മൾ എഴുതി പിടിപ്പിച്ചിട്ട് അത് നേരെ തിരിച്ചു വാങ്ങണം നമ്മൾ. അത് തിരിച്ചു വാങ്ങിച്ചാലുള്ള ഗുണം എന്താണ്? നിങ്ങൾ അസൈൻമെന്റ് തിരിച്ചു വാങ്ങുമെന്ന് പേപ്പർ നോക്കുന്ന ആൾക്ക് ഒരു ബോധ്യം ഉണ്ടാകും. അസൈൻമെന്റിന് കൊടുക്കുന്ന യഥാർത്ഥ പേരെന്താണെന്ന് അറിയാമോ? ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്. എന്നിട്ട് തൂക്കി വിൽക്കാനാ? TMA ലോഡ് കണക്കിൽ അവിടെ വെച്ചിട്ട് കോളേജ് തൂക്കി വിറ്റിട്ട് ഫണ്ട് അതിലേക്ക് ലയിപ്പിക്കാനാണോ? അല്ല, നിങ്ങൾ അത് വാങ്ങിക്കണം. അതിന്റെ അകത്ത് എന്തുണ്ടെന്ന് അറിയാമോ? ദ ട്യൂട്ടർ മസ്റ്റ് ഗീവ് ദ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടുള്ളത്. ട്യൂട്ടർമാർ, അക്കാഡമിക് കൗൺസിലർമാർ സ്റ്റുഡൻസിന്, ലേണറിന് പോസിറ്റീവ് കമന്റേ കൊടുക്കാവൂ. നീ എന്നെ ഓഫീസിൽ വന്ന് കാണടി പെണ്ണെ, എഴുതിയിരിക്കുന്ന ഒരു കോലം എന്നൊക്കെയാണ് നമ്മളുടെ സ്കൂളുകളിൽ നമ്മളെ പേടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. പോസിറ്റീവ് കമന്റ്. കാരണം അവർക്ക് 100 കൂട്ടം പണികളുടെ ഇടയില്, വേറെ എന്തൊക്കെയോ ചെയ്യുന്നതിന്റെ ഇടയില്, അങ്ങനെയുള്ള 70 വയസ്സ് 60 വയസ്സ് 50 വയസ്സ് 30 വയസ്സ് ഇങ്ങനെ പല പണികളുടെ ഇടയില് ഒറ്റക്കാലിൽ നിന്നിട്ട് പല രൂപത്തിലാണ് അവർ എഴുതി കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. പാവ എങ്ങനെങ്കിലൊക്കെ ജീവിച്ച് പൊക്കോട്ടെ. കുടുംബത്തിൽ 7-8 പേരുണ്ട്. കിട്ടുന്നത് 40,000 രൂപയെ ശമ്പളം കിട്ടുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് കുറെ ലോണും മറ്റതും മറിച്ചതും ഒക്കെ ഉണ്ട്. എങ്ങനെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടിക്കോട്ടെ, രക്ഷപ്പെട്ടോട്ടെ എന്നൊക്കെ എല്ലാവരും വിചാരിക്കുകയുള്ളൂ. അങ്ങനെയാണ് ജീവിതം. കാരണം ഞങ്ങളും അങ്ങനെയാണ്. അല്ലാണ്ട് വലിയ ഒരു സംഭവമൊന്നുമല്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ട് പാനൽ കൊടുത്തിട്ട്, ഒരു 50 രൂപയുടെ പാനൽ കൊടുത്തിട്ട് വയറിംഗ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വയറിങ്ങിന് വലിച്ചിട്ടിരിക്കുന്നത്. സംഭവം 70,000 രൂപ പെൻഷനും മാസത്തിന് 2 ലക്ഷം രൂപ മക്കളുടെ വരവും എല്ലാം കൂടിയിട്ട് സംഭവമൊക്കെ ഉണ്ടെങ്കിലും അത് വേറെ ഒരു രീതിയാണ്. ഇല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എനിക്ക് ഇതൊന്നും പാനൽ വെക്കാൻ കയ്യിൽ കാശില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി. ചിരട്ടയിൽ മെഴുകുതിരി കത്തിച്ച ആളാണേ. ലോകം നമ്മൾ മാറ്റിമറിക്കുന്നത്. ഇതാണ് പ്രകൃതി. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും. ഒരു ബൂം, ഒരു റിസഷൻ, ഒരു ഡിപ്രഷൻ, ഒരു റിക്കവറി. അതാണ് നമ്മുടെ സൈക്കിൾ. ഒരു ഭൂം ഉണ്ടാവുമല്ലോ, പൊട്ടിത്തെറി, പിന്നെ ഒരു റിസഷൻ, പിന്നെ ഒരു ഡിപ്രഷൻ, പിന്നെ ഒരു റിക്കവറി. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ മേഖലയിലും അതെല്ലാം ഉണ്ടാകും. അത് നിർബന്ധമാണ്.
അപ്പോൾ നമ്മൾ കൃത്യമായി അസൈൻമെന്റ് തിരിച്ചു വാങ്ങുക. അതിൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതിയ, കാരണം നമ്മളുടെ അധ്വാനത്തിന്റെ ഫലം തൂക്കി വിറ്റിട്ട് നമ്മൾ പേപ്പർ കിലോ ഒരു 250 രൂപയ്ക്ക് 500 ഷീറ്റ് വാങ്ങിച്ചു വെച്ചത് അവരാകെ 12 രൂപക്ക് 1 കിലോ എടുത്ത് വിൽക്കും. നമ്മുടേത് അത്രക്കേ ഉള്ളൂ മൂല്യം അല്ല, അതിന്റെ അകത്ത് ഒരുപാടുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഇനി ഞാൻ എന്ത് ചെയ്തില്ല, ഞാൻ എവിടെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള എന്റെ ജമ്മാണ്, എന്റെ രത്നങ്ങളാണ് ഞാൻ അവിടെ എഴുതി വച്ചിരിക്കുന്ന സംഗതികൾ. അതിന് എനിക്ക് തിരിച്ചു കിട്ടണം. എന്നിട്ട് എന്റെ അധ്യാപകന്റെ കമന്റ് എനിക്ക് കിട്ടുകയും വേണം, അദ്ദേഹം എന്താണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന്. അതായിരിക്കണം അസൈൻമെന്റ്. അല്ലാണ്ട് നിങ്ങളുടെ അസൈൻമെന്റ് ഞങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യാം, നിങ്ങൾ കാശ് വെച്ചാൽ മതി, നിങ്ങളുടെ മാർക്ക് അവിടെ തെളിഞ്ഞു വരും, പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കോട്ടും സൂട്ടും ഇട്ടിട്ട് നടന്നോളൂ എന്നുള്ള ആ ജാടയൊന്നുമല്ല ഇവിടെ അസൈൻമെന്റ് എന്ന് പറഞ്ഞത്. സോ അസൈൻമെന്റ് നമ്മൾ തിരിച്ചു വാങ്ങണം. അത് വളരെ വലിയ സംഗതിയാണ്. അസൈൻമെന്റിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ തന്നെ 1.25 മണിക്കൂറായി. അസൈൻമെന്റിനെ പറ്റി ഒരുപാട് ഇനിയും പറയാനുണ്ട്. നാളെ മീറ്റിംഗ് വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വെക്കും, കാരണം ഞാൻ റിട്ടയർ ചെയ്ത് വെറുതെ ഇരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അതാണ് നിലവിൽ. ഒരുപാട് ഇനിയും പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കും എന്നുള്ളത് മറ്റൊരു വശം. എത്ര തന്നെ കേട്ടാലും ബോറടിക്കുമല്ലോ അവസാന നിമിഷത്തിൽ. അപ്പൊ ഇതാണ് നിലവിലെ ഹൗ ക്യാൻ ഐ സ്റ്റാർട്ട് എന്നുള്ളതിന്റെ ഉത്തരങ്ങൾ ഏകദേശം കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, ആ ഒരു കോളേജിൽ മനോഹരമായ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ഇഗ്നോയ്ക്ക് അത് സ്കൂളാണ്, അത് സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങൾ MSc കെമിസ്ട്രി ആണ് ചെയ്യുന്നതെങ്കിൽ ആ കോളേജിൽ 15 കൊല്ലത്തെ അധ്യാപന പരിചയമുള്ള പല പേപ്പറുകളും വാല്യൂ ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രൊഫസറും ആ ലാബും നമുക്കുണ്ട്. അതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ. ആ ലാബ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണ്, വേറെ ആരുടെയും കുത്തകയല്ല. കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ 10-15 ആളുകളുടെ കയ്യിലല്ല, അല്ലെങ്കിൽ ഒരു 100 ഉദ്യോഗസ്ഥന്റെ കയ്യിലല്ല. നമ്മുടെയാണത്. ഈ രാജ്യം നമ്മുടെയാണ്. ഇവിടുത്തെ ഉള്ള വിഭവങ്ങൾ നമ്മുടെയാണ്. എല്ലാ ലാബുകളും എല്ലാ ലൈബ്രറിയും നമ്മുടെയാണ്. വർക്കിംഗ് ടൈമില് അവിടെ എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റിന് നോൺ വർക്കിംഗ് അവറില്, കോളേജ് വർക്ക് ചെയ്യാത്ത അവറില് നമ്മുടെ മുതലാണ്. ആ കോളേജുകൾ നമ്മുടെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെയാണ്. അതിനുള്ള ഫീസാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് 13,000 രൂപ എന്നും 8,000 രൂപ എന്നും 6,000 രൂപ എന്നാണ്. ഒരു കഷ്ടവുമില്ലാതെ അതിനോടൊപ്പം ഒരു ഇത്തിരിയും കൂട്ടിയിട്ട് ഞാൻ മുബാറക് മാഷിന്റെ കയ്യിൽ കൊടുത്തു, അല്ലെങ്കിൽ അവിടുന്ന് കൊടുത്തു. അത് ഞങ്ങളുടെ ഫീസ് കൊണ്ടുള്ള ഞങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ്. അതിനെ പൊന്നുപോലെ ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്റെ ലാബാണ്, എന്റെ ലാബ്, എന്റെ അധ്യാപകനാണ്, എന്റെ കോളേജാണ്, എന്റെ യൂണിവേഴ്സിറ്റിയാണ്, എന്റെ RC ആണ്. ഞാനാണ് അതിന്റെയൊക്കെ പിന്നിൽ, ഞാനാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു തത്വത്തിൽ വേണം നമ്മൾ അവിടെ നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ. ഇനി എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിച്ചോളൂ. അപ്പൊ പറഞ്ഞു വന്നതില് എത്ര ക്രെഡിറ്റിന് ക്ലാസ് എന്നുള്ളത് പറഞ്ഞല്ലോ. 8 ക്രെഡിറ്റിന് 10 ക്ലാസ് എഴുതിയെടുത്തോളൂ. 8 ക്രെഡിറ്റ്, 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours. 30 hours എഡ്യൂക്കേഷണൽ ട്രാൻസാക്ഷൻ. 8 ക്രെഡിറ്റിന് 10 ക്ലാസ്, അത്രേ തരേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ, അത് ഓൺലൈനിലാകാം, ODL-ലാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. 6 ക്രെഡിറ്റിന് 8 ക്ലാസ്. ദീസ് ആർ തിയറീസ്, ഫോർ തിയറീസ്, നോട്ട് ഫോർ പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ നിങ്ങൾക്ക് മതിയാവുവോളം, നിങ്ങൾ മതി എന്ന് പറയുന്നിടത്തോളം പ്രാക്ടിക്കൽ. അത് അയാളും കൂടി തീരുമാനിക്കണം. ഞാനാണെങ്കിൽ എത്ര വിളിച്ചാലും ഞാൻ പ്രാക്ടിക്കൽ, ഓക്കെ, നോ പ്രോബ്ലം. അണുതൂക്കം നന്മ ചെയ്താൽ അതിനുള്ള കൂലി കിട്ടും, അണുതൂക്കം തിന്മ ചെയ്താൽ ജീവൻ ഉറപ്പാണ്, അതിനുള്ള കൂലി കിട്ടിയേ അടങ്ങുകയുള്ളൂ, ഒരു സംശയമില്ല. അപ്പൊ നല്ലത് ചെയ്യുക, അതിനുള്ളത് കിട്ടും തീർച്ചയായിട്ടും. ഒരു ആപത്ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മെ ദൈവം പോലെ വന്ന് കാത്തുരക്ഷിക്കും നമ്മൾ ചെയ്ത പുണ്യപ്രവൃത്തി. അങ്ങനെയൊക്കെ വിശ്വസിക്കണം നമ്മൾ. അപ്പോ 4 ക്രെഡിറ്റിന് 5 ക്ലാസ്. അപ്പൊ ഏകദേശം ഒരു ഡിഗ്രി സ്റ്റുഡന്റിന് ഫസ്റ്റ് ഇയറിലെ 8 ക്രെഡിറ്റിന്റെ 8 ബുക്ക്, അപ്പൊ 80 ക്ലാസ്. 10 ക്ലാസ് ആണല്ലോ, 80 ക്ലാസ്. ആ 80 ക്ലാസ്സിന് 2 മണിക്കൂറാണ് ഒരു ക്ലാസ്. 1 ക്ലാസ് ഈക്വൽസ് 2 hours സംസാരം. അധ്യാപകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നേരെ അങ്ങേരെ ബുക്ക് വെച്ചിട്ട് നിങ്ങൾ മണ്ണുണ്ണികളെ പോലെ ഇരിക്കുന്ന നമ്മുടെ പഴഞ്ചൻ ക്ലാസ് അല്ല. അവിടെ ആശയങ്ങൾ പരസ്പരം സംവദിക്കപ്പെടണം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ട് വന്നിട്ട് അയാളെ ഇഴക്കണം, സാറേ അതെന്താണ്, സാറേ ഇതെന്താണ്. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കലല്ല ചെയ്യേണ്ടത്. സാറേ അത് പറ, സാറേ ഇത് പറ.
അങ്ങനെയാണ് അക്കാഡമിക് കൗൺസിലിംഗ്. എന് ആ ഒരു പ്രശ്നം, ബിക്ക് ഈ ഒരു പ്രശ്നം, സിക്ക് ഈ പ്രശ്നം, ഒമേഗയ്ക്ക് മറ്റേ പ്രശ്നം. സാറേ അതെന്താണ്? ഇന്നതാണ് ഇന്നത്. സാറേ ഇതെന്താണ്? അത് ഇന്നതാണ്. സാറേ ഇതെന്താണ്? അങ്ങനെ ആ മണിക്കൂറുകൾ മുഴുവനും ഇങ്ങനെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും. അത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു അധ്യാപകനാണ് നമ്മുടെ അക്കാഡമിക് കൗൺസിലർ. അല്ലാണ്ട് അയാൾ നേരത്തെ അരമണിക്കൂർ മുമ്പ് വായിച്ചിട്ട് വന്നിട്ട് നേരെ അത് ഛർദ്ദിക്കുന്ന ആ പരിപാടിയൊന്നും അല്ല. അതാണ് അക്കാഡമിക് കൗൺസിലിംഗ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ സദസ്സറിഞ്ഞ് കൈത്താങ് കൊടുക്കുക എന്നുമാണ് കൗൺസിലർ. അല്ലാണ്ട് ഉപദേശിക്കുന്ന ഉപദേശകനല്ല, അതല്ല കൗൺസിലർ. എന്താണോ പ്രശ്നം, പ്രശ്നക്കാരന് എന്താണോ വേണ്ടത് അത് നമ്മൾ കണ്ടെത്തണം. വി വാണ്ട് ടു ടേക്ക് ആൻ ഹൈപ്പോതിസിസ് ഫസ്റ്റ് അപ്പോൺ. നമ്മളൊരു ഹൈപ്പോതിസിസ് ഉണ്ടാക്കണം. അതൊരു പോസിറ്റീവ് ഹൈപ്പോതിസിസ് ആയിരിക്കണം. നമ്മളൊരു ഊഹം നടത്തണം, ഇന്ന് ഇതാണ്. എന്നിട്ട് അതുമായി ഒരു എക്സ്പെരിമെന്റ് പതുക്കെ നമ്മൾ തുടങ്ങി വെക്കണം. ഞാൻ തുടക്കത്തിൽ നിങ്ങൾക്ക് ചെറുത് ഇട്ടു തന്നു, നിങ്ങൾ അതിൽ കയറി കൊത്തി, നിങ്ങൾ അത് പറഞ്ഞു. ഈ ക്ലാസ് ഇനിയും പൂർത്തിയായിട്ടില്ല, അതിൽ ഇനിയും എനിക്ക് പറയാനുണ്ട്. അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മതിമാഷേ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പോണു. ആദ്യം തുടങ്ങിയ ആവേശമൊന്നും പിന്നീട് കാണാനില്ല. ഇയാളൊരു ഇത്തിരി വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഇങ്ങനെ 2 മണിക്കൂർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി 5 മിനിറ്റ്, നമ്മൾ 15 മിനിറ്റ് മുമ്പേ എത്തി, സൂര്യയും ഞാനും 15 മിനിറ്റ് മുമ്പേ എത്തി. ഓക്കെ, പക്ഷെ ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അതാണ് നിലവിൽ. അപ്പോ ഇത്രയും ക്ലാസ്സുകൾ, ഇത് ഗൗരവപരമായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട്. സോ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ താങ്കൾക്ക് ഗുണം ചെയ്യും. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ മലയാളത്തിലുള്ള ക്ലാസുകൾ MA ഇംഗ്ലീഷിനടക്കം എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ ലളിതമായ സരളമായ രീതിയിൽ ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റില് നിങ്ങൾക്ക് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകളും കിട്ടും. ഫോർ MEG ആൻഡ് BA, BCom etc. BBA 2 BBAയിലെ പ്രോഗ്രാമുകൾക്കും ചിലതിനൊക്കെ ക്ലാസ്സസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉള്ള ലിങ്കുകളൊക്കെ എന്റെ എല്ലാ വീഡിയോയുടെ ചുവട്ടിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പരമാവധി ഭംഗിയാക്കുക. ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത്, അൺലിമിറ്റഡ് വാണ്ട്സ്, ലിമിറ്റഡ് റിസോഴ്സസ്. 2 PG ഉണ്ടെങ്കിൽ പോലും ജോലി കിട്ടാത്ത ഒരു കാലഘട്ടം. നാമമാത്രമായ ഫീസാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഒരാൾക്ക് 2 ഡിഗ്രി ചെയ്യാമെന്ന് പറയുന്നു. കഴിവുള്ളവർ, സമയം എന്നുള്ള കഴിവ്, സാമ്പത്തികം എന്നുള്ള കഴിവ്, ബുദ്ധി എന്ന് പറയുന്ന കഴിവ്, ഇതെല്ലാം കഴിവാണ്. സമയം എന്നുള്ള കഴിവ്, ഇത്തരത്തിലുള്ള കഴിവുകൾ ഉള്ളവർ 1 PGയും കൂടി ചെയ്തോളൂ, ഗുണം ചെയ്യും. ചിലപ്പോ MCom ആയിരിക്കില്ല, ചിലപ്പോ MA സൈക്കോളജി ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോ ഗുണം കിട്ടുക. എല്ലാവർക്കും ഇംഗ്ലീഷ് ചെയ്യാലോ, MComകാർക്കും MBAക്കാർക്കും ഇംഗ്ലീഷ് ചെയ്യാലോ, MSc സുവോളജി ചെയ്യുന്ന ആൾക്കും ഇംഗ്ലീഷ് ചെയ്യാലോ. ഒന്നുമില്ലാതെ ഒരു മൂലയിൽ കിടന്നാൽ ഇപ്പൊ ജനിച്ചു വീണ കുട്ടി മുതൽ മരിക്കുന്നത് വരെ എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കണം എന്നുള്ള ഈ നാട്ടിലെ ചൊല്ല്, നടപ്പ്. നമ്മൾ ബസ്സല്ലേ ഇപ്പോഴും പറയുന്നത്, സ്വിച്ച് എന്നല്ലേ നമ്മൾ ഇപ്പോഴും പറയുന്നത്, സ്കെയിൽ എന്നല്ലേ ഇപ്പോഴും പറയുന്നത്, പെൻ എന്നല്ലേ ഇപ്പോഴും പറയുന്നത്, ഷർട്ട് എന്നല്ലേ ഇപ്പോഴും നമ്മൾ പറയുന്നത്, വാച്ച് എന്നല്ലേ ഇപ്പോഴും നമ്മൾ പറയുന്നത്, അല്ലെ? ക്യാമറ എന്നല്ലേ പറയുന്നത്, ക്ലാസ് എന്നല്ലേ, വകുപ്പ് എന്നല്ലല്ലോ പറയുന്നത്, മൊബൈൽ എന്നല്ലേ പറയുന്നത്, അല്ലെ? ക്യാമറ എന്നല്ലേ പറയുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പ്രയോഗിക്കുക വളരെ ഭംഗിയായിട്ട്. അപ്പൊ ഒരു MA ഇംഗ്ലീഷ്, അഡീഷണൽ ഒരു സബ്ജക്ട്, ഒരു PG, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം, ഒരു ഡിഗ്രി, എന്തെങ്കിലും ഒന്ന് അഡീഷണൽ ചെയ്യുക. ആ പ്രാന്തിന്റെ ഭാഗമായിട്ടാണ് 5ാമത്തെ PG ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ പോയപ്പോ എന്റെ അടുത്ത് പോലും ഫൈൻ വാങ്ങിച്ചു, പോയി പണി നോക്കിയിടാന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്നു. ഇപ്പൊ നല്ല ഒന്നാന്തരം ക്രിറ്റിസിസമാണ് ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ട്. കാരണം അതിന്റെ അകത്തിരുന്നിട്ട് കുറെ മണ്ണുണ്ണികളെ കിട്ടാത്തത് മറ്റുള്ളവരുടെ മേലെ കാശുണ്ടാക്കുക, അവർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി ഞാൻ ഫൈൻ കൊടുക്കണം. അത്ര എന്തിനാ ഞാൻ ഫൈൻ കൊടുക്കണം? തെറ്റ് ചെയ്താലല്ലേ ഫൈൻ കൊടുക്കേണ്ടതുള്ളൂ. എന്റെ അവകാശമാണ് ഞാൻ എപ്പോ പരീക്ഷ എഴുതണം എന്ന് തീരുമാനിക്കാനുള്ളത്.
ഓക്കെ, അതാണ് സംഭവം. അല്ലാണ്ട് ഒളിച്ചോടാനോ മറ്റതോ മറിച്ചോ ഇല്ല. നീതിക്കെതിരെ നിലനിൽക്കണം, നീതികേടിനെതിരെ നമ്മൾ പൊരുതുകയും വേണം. അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്. അതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം മതിയാക്കാം. വീഡിയോയെ പറ്റി, ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ ഓരോരുത്തരും 1 മിനിറ്റിൽ താഴെ സമയമെടുത്ത് ചെറപറ കാര്യങ്ങൾ പറയൂ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പറഞ്ഞോളൂ സർ. ഗുഡ് ഈവനിങ്. രഞ്ജു, എനിക്ക് മാർച്ചില് മെയിൽ വന്നിട്ടുണ്ട്. അതായത് പ്രോഗ്രാം സ്റ്റഡി സെന്റർ ഓൾ ദ ബെസ്റ്റ്. സെറ്റ്, കുട്ടികളുടെ ഭാഷയിൽ അങ്ങനെയല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ഒരാൾ. താങ്ക് യു. പെട്ടെന്ന് പറഞ്ഞോളൂ. ആകെ കുറച്ച് പേരേ ഉള്ളൂ. ഉള്ളവർ പറഞ്ഞാൽ പെട്ടെന്ന് പോകാം. ആദിത്യ, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ സമയം പോയതുകൊണ്ടായിരിക്കാം ചാറ്റിൽ ചോദിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇനിയും ആൻസർ കിട്ടാതുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോളൂ, ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. സർ, അസൈൻമെന്റ് ഒക്കെ ഞാനിങ്ങനെ ലിങ്ക് കണ്ടു. ഓൺലൈൻ സ്കാൻ സബ്മിറ്റ് ചെയ്യാൻ. അതൊന്നും ചെയ്യരുത്. അത് അങ്ങനെയൊന്നും ചെയ്യരുത്. അയ്യേ, അതൊന്നും ചെയ്യരുത്. അതാണ് നല്ലത്. ഡയറക്റ്റും പോണ്ട. വീഡിയോ കാണൂ, നോട്ട്സിലെ വീഡിയോ കാണൂ. ചെലവ് ചുരുക്കി എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യം ആലോചിക്കൂ. ഇയാൾ ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്? ഓക്കെ, MSc IS 100 കുട്ടികൾ ഉണ്ട് എന്ന് കരുതുക. ഒരു കുട്ടിക്ക് 40 പേജ് അസൈൻമെന്റ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഒരു അസൈൻമെന്റിന് 40 പേജ്, 100 കുട്ടികളാണുള്ളത്. അപ്പൊ ഒരു സബ്ജക്റ്റിന് എത്ര പേജായി? 4000 പേജായില്ലേ? അങ്ങനെ 100 കുട്ടികൾ ഉണ്ട് എന്ന് കരുതുക. അല്ലെങ്കിൽ വേണ്ട, 10 പേപ്പർ നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കണം എന്ന് കരുതുക. അപ്പം 40,000 പേജ് അവർ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വാല്യൂ ചെയ്യുവോ? ഓൺലൈനിൽ അയച്ചു കൊടുത്താലേ 40,000 പ്രിന്റ് ഔട്ട്. അവിടെ എന്താ പൊട്ടന്മാരാണ് അവിടെ ഉള്ളവര്? അതോ നമ്മൾ പൊട്ടന്മാരാണോ? 40,000 ഡൗൺലോഡ് ചെയ്തിട്ട് വാല്യൂ ചെയ്യുവോ? അങ്ങനെ ലിങ്ക് ഉണ്ട്. അത് ഉണ്ട് എന്നല്ലേ ആദ്യമേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ നടക്കുവോ? ഇയാൾക്ക് അത് തിരിച്ചു കിട്ടുവോ? അവർ തിരിച്ചിട്ട് ഇതുപോലെ ഇയാൾക്ക് മാർക്ക് ചെയ്തിട്ട് തിരിച്ചയച്ചു തരുവോ? അപ്പൊ എന്താ നല്ലത്? കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വന്ന്. അപ്പൊ കൊണ്ടുപോയി കൊടുക്കാൻ 2 മണിക്കൂർ കുളിച്ച് റെഡിയായി അണിഞ്ഞൊരുങ്ങി ബസ് പിടിച്ച് നേരെ അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യം വേണ്ട. തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് 100 രൂപയിൽ താഴെ പോസ്റ്റൽ ചാർജ് കൊടുത്താൽ ഒരു റെസിപ്റ്റ് കിട്ടും. ഇതുപോലെ ഒരു റെസിപ്റ്റ് കിട്ടും. പോസ്റ്റ് ഓഫീസിൽ നിന്ന് റെസിപ്റ്റ് കിട്ടും. ഇത് അക്നോളജ്മെന്റ്. ആ സാധനം അവരുടെ കയ്യിൽ പോയി. ഇയാൾ എന്തിനാ തേരാപ്പാര നടക്കാൻ നിൽക്കണേ? ഉത്തരം കിട്ടിയില്ലേ? ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇത് വീഡിയോയിൽ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഇനി ഒരാൾ ഇയാൾക്ക് തന്നെ ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇതുപോലെ വീഡിയോ കണ്ടാൽ മതി. ഇഷ്ടംപോലെ ഞാൻ മെസ്സേജുകൾ തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി അസൈൻമെന്റ് എങ്ങനെ എഴുതാം എന്നുള്ളത് ഒരു 100ൽ കൂടുതൽ വീഡിയോസ് ഈ 2 മാസത്തിൽ തന്നെ. ഈ മാസം ഞാൻ 172 വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഈ മാസം അതിൽ കാണൂ ഡെയിലി. ഈ ഓരോ മാസം ലാസ്റ്റ് 28 days യു അച്ചീവ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അടുത്തൊരാൾ. ജീവിത പ്രാരാബ്ദം തന്നെയാണ് സൂര്യ നമ്മെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇത് കീഴടക്കണം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കൂ കേട്ടോ. ഇക്കരയ്ക്ക് അക്കരെ പച്ചയാണ്, അക്കരയ്ക്ക് ഇക്കരയും പച്ചയാണ്.
അതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ചെയ്യണം, അതാണ് അതിലെ കാര്യം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത ഒരാൾ. യെസ്, ജിഷ മിസ്, വർഷ രാജേഷ്. പറഞ്ഞോളൂ. ഞാൻ ജൂലൈ 3rd അഡ്മിഷൻ എടുത്തിരിക്കുന്നത് MSc ഇപ്പൊ ഇനി റീരജിസ്ട്രേഷൻ കഴിഞ്ഞു. ഈ സെക്കൻഡ് ഇയറിൽ നമ്മൾ അസൈൻമെന്റ് എഴുതേണ്ടത് ഏതാണ്? ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം ഞാൻ പറഞ്ഞില്ലേ? ജൂലൈ 23. ആ ജൂലൈ 23 നിങ്ങൾ ഫസ്റ്റ് ഇയർ, ജൂലൈ 24 സെക്കൻഡ് ഇയർ. ആ ജൂലൈ 24 എന്ന് പ്രിന്റ് ചെയ്തത് എടുക്കണം. അതിന്റെ പ്രിഫിക്സ് ആയിട്ട് എന്തെങ്കിലും കിടന്നോട്ടെ, അതിന്റെ സഫിക്സ് ആയിട്ട് എന്തെങ്കിലും കിടന്നോട്ടെ. ഉദാഹരണത്തിന് ജൂലൈ 24 അതിന്റെ മുമ്പില് ജാനുവരി 24 എന്നുണ്ടെങ്കിലും അത് നമുക്ക് എടുക്കാം. ജൂലൈ 24 ആൻഡ് ജാനുവരി 25 എന്നുണ്ടെങ്കിലും അതെടുക്കാം. നമ്മൾ അവിടെ ഉണ്ടോന്ന് നോക്കിയാൽ മതി. ഇത് പരീക്ഷ എഴുതുന്നതിന്റെ 9 മാസം മുമ്പുള്ളതും അങ്ങനെയും വ്യാഖ്യാനിക്കാം. മാത്സിന് ഒരു രീതിയുണ്ട്, LHS ഈക്വൽസ് RHS. LHSൽ നിന്ന് തുടങ്ങും, RHSൽ പോയി അവസാനിക്കും. RHSൽ നിന്ന് തുടങ്ങും, LHSൽ ചെന്ന് അവസാനിക്കും. ചിലതുണ്ട് LHSൽ നിന്ന് തുടങ്ങും, ഒരു ഗതി കിട്ടാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കും, എന്നിട്ട് RHSൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്ന് നിന്നാൽ അതും കറക്റ്റ് ആണ്. അങ്ങനെ ചെയ്യാം. അടുത്ത ഒരാൾ. യെസ്, ഹലോ. പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം. അതിനല്ലേ നമുക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം. നമ്മളല്ലേ സ്റ്റുഡന്റ്. എവിടെ നോക്കും? അതാണ് ചോദ്യം അല്ലെ? എവിടെ? ഫ്രം വേർ വി ഗെറ്റ് ദ അസൈൻമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞതിലെ ഈ ഗ്യാൻ ഘോഷ് പറഞ്ഞല്ലോ, നല്ല ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. ഈ ഗ്യാൻ ഘോഷ് ചോദിച്ചല്ലോ, പറഞ്ഞല്ലോ. അതിന്റെ തൊട്ട് മുമ്പിലെ ഡൗൺലോഡ് എന്നുള്ള ലിങ്ക് ഉണ്ട്, അത് നോട്ട് ചെയ്തോളൂ. ഡൗൺലോഡിലെ 2 സംഗതി, ക്വസ്റ്റ്യൻ പേപ്പർ, മറ്റൊന്ന് അസൈൻമെന്റ്. ക്വസ്റ്റ്യൻ പേപ്പർ, അസൈൻമെന്റ്. അപ്പൊ അസൈൻമെന്റ് നോക്കുമ്പോ ആദ്യം നമുക്ക് വരിക നമ്മുടെ ലെവൽ, PG ആണോ, ഐ മീൻ മാസ്റ്റർ ആണോ, ബാച്ചിലർ ആണോ എന്നുള്ളത് ലെവൽ കഴിഞ്ഞിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കോഴ്സ്. അസൈൻമെന്റ് കയ്യിൽ കിട്ടും, ഡൗൺലോഡ് ചെയ്യാം. അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്. അത് നേരത്തെ 1 കൊല്ലം മുമ്പേ ഇഗ്നോ അത് തരും. നിങ്ങൾ സ്റ്റുഡന്റ് ആണോ, സ്റ്റുഡന്റിന്റെ പേരന്റ് ആണോ? ഓക്കെ. അല്ല, പലരും സ്റ്റുഡന്റിന്റെ പേരന്റുകൾ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. അവരോട് എന്റെ നിർദ്ദേശം എല്ലാം ശരിയാണ്, പക്ഷെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണം. നിങ്ങൾ തൊട്ടിപ്പുറത്തെ പട്ടത്തെ പറക്കാൻ അനുവദിക്കണം, കയ്യില് നൂലുണ്ടാവണം. അങ്ങനെയുള്ളവർ ഇതിന്റെ അകത്തുണ്ട്. രക്ഷിതാക്കളും വന്നിരിക്കും, കുട്ടികളും വന്നിരിക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പോ ഈ ഓൺലൈൻ ക്ലാസ്സുകളില്. അങ്ങനെയുള്ള സൗകര്യം ഉണ്ട്. കുടുംബം മുഴുവനും ക്ലാസ് കേൾക്കാം. അതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ഒരാൾ. യെസ്, അടുത്ത ഒരാൾ. സർ, എന്റെ പേര് ഐശ്വര്യ. ഞാനിവിടെ ബാംഗ്ലൂരിലുള്ള ജയനഗറിലെ സെന്ററിലാണ് ചെയ്യുന്നത്. ഞാൻ ജൂലൈ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. MTTM. അപ്പൊ ഒരുപാട് കുറെ ഡീറ്റെയിൽസ് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ. ഓക്കെ. അപ്പൊ ഇതിലൂടെ കുറെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റി. എന്റെ ഡൗട്ട് അസൈൻമെന്റിന്റെ കാര്യമായിരുന്നു. അപ്പൊ എന്റെ മുന്നേ വന്ന ആൾ ചോദിച്ചോണ്ട് എനിക്ക് അതറിയാൻ പറ്റി. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.
അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അതല്ല എങ്കിൽ ഒരാൾ വന്ന് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞ് യോഗം പിരിച്ചുവിട്ടോളൂ. ആരെങ്കിലും ഒരാൾ വന്ന് യോഗം yes. Good evening, Yes. myself Ranjit, basically from Palakkad. I am doing Ecom right now. So ഇങ്ങനെ ഒരു ഫോറം ക്രിയേറ്റ് ചെയ്തതിനും കണ്ടക്ട് ചെയ്തതിനും വന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിനും എല്ലാവരും താങ്ക്സ്. ഹാപ്പി ടു യു ഓൾ ഫോറം ആൻഡ് എല്ലാം ക്ലിയർ ആയിട്ട് സർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് ടു യു. ഓക്കെ, വളരെ സന്തോഷം. അടുത്തൊരു ദിവസം മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ നന്മകളും നേരുന്നു. ശുഭരാത്രി. നന്ദി, നമസ്കാരം. യോഗം അവസാനിപ്പിക്കാം.